Hi, welcome to Edgeword classes. So, സൈക്കോളജിയിലെ പേഴ്സണാലിറ്റി എന്ന മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിൽ ഒബ്ജക്റ്റ് റിലേഷൻ തിയറി ആൻഡ് അറ്റാച്ച്മെൻറ്റ് തിയറീസിലെ മാർഗറ്റ് മാഡ്ലറിൻ്റെ തിയറി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത ജോൺ ബോൾബിയുടെ അറ്റാച്ച്മെൻറ്റ് തിയറിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ജോൺ ബോൾബി ബ്രിട്ടീഷ് ചൈൽഡ് സൈക്യാട്രിസ്റ്റ് ആൻഡ് സൈക്കോ അനലിസ്റ്റ് ആണ് അദ്ദേഹം. ഹി വാസ് ദ ഫസ്റ്റ് അറ്റാച്ച്മെൻറ്റ് തിയറിസ്റ്റ്. ആദ്യത്തെ അറ്റാച്ച്മെൻറ്റ് തിയറിസ്റ്റ് എന്നറിയപ്പെടുന്നത് ജോൺ ബോൾബി ആണ്. ഡിസ്ക്രൈബിംഗ് അറ്റാച്ച്മെൻറ്റ് ആസ് എ ലാസ്റ്റിംഗ് സൈക്കോളജിക്കൽ കണക്റ്റഡ്നെസ് ബിറ്റ്വീൻ ഹ്യൂമൻ ബീയിങ്സ്. സോ അറ്റാച്ച്മെൻറ്റിനെ ഡിസ്ക്രൈബ് ചെയ്തത് ഇദ്ദേഹമാണ് ആദ്യമായിട്ട്, ജോൺ ബോൾബി. ഇതെന്ന് പറയുന്നത് ഒരുപാട് കാലം അറ്റാച്ച്മെൻറ്റിലൂടെയാണ് ഒരുപാട് കാലം ഒരു സൈക്കോളജിക്കലി ഒരു ഹ്യൂമൻ ബീയിങ്സ് തമ്മിൽ ഉള്ളൊരു കണക്റ്റഡ്നെസ്, ആ ഒരു മനുഷ്യർ തമ്മിലുള്ള ബന്ധം നിലനിൽക്കുന്നത്. സോ അത് സൈക്കോളജിക്കലി അവർ കണക്റ്റഡ് ആയതുകൊണ്ടാണ്. അത് അറ്റാച്ച്മെൻറ്റിലൂടെ അടുപ്പം കൊണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരുമായിട്ട് സൈക്കോളജിക്കലി കണക്റ്റഡ് ആകാൻ സാധിക്കൂ. സോ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അറ്റാച്ച്മെൻറ്റ് തിയറീസിലൂടെ പറയുന്നത്. ബോൾബി ബിലീവ് ദാറ്റ് ദ ഏർലിയസ്റ്റ് ബോണ്ട് ഫോംഡ് ബൈ ചിൽഡ്രൻ വിത്ത് ദെയർ കെയർ ഗീവേഴ്സ് ഹാവ് എ ട്രെമൻഡസ് ഇമ്പാക്ട് ദാറ്റ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ലൈഫ്. സോ ബോൾബി ഇദ്ദേഹത്തിൻ്റെ തിയറിയിലൂടെ പറയുന്നത് ആദ്യകാലങ്ങളിൽ കുട്ടികളിലുണ്ടാകുന്ന ആ ഒരു ബോണ്ട്, ആ ഒരു മാതാപിതാക്കൾ അല്ലെങ്കിൽ കെയർ ഗിവേഴ്സുമായിട്ടുള്ള ആ ഒരു ബോണ്ടാണ് കുട്ടികളുടെ പിന്നീടുള്ള ജീവിതത്തിൽ ത്രൂ ഔട്ട് ലൈഫിൽ അവരെ നയിക്കുന്ന ഘടകങ്ങളെന്നാണ് ഇദ്ദേഹം ഈ ഒരു തിയറിയിലൂടെ പറയുന്നത്. അക്കോർഡിംഗ് ടു ബോൾബി, അറ്റാച്ച്മെൻറ്റ് ഓൾസോ സെർവ് ടു കീപ് ദ ഇൻഫൻറ്റ് ക്ലോസ് ടു ദ മദർ, ദസ് ഇംപ്രൂവിങ് ദ ചൈൽഡ് ചാൻസസ് ഓഫ് സർവൈവൽ. സോ ഈ അദ്ദേഹത്തിൻ്റെ തിയറി പ്രകാരം അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ അടുപ്പം എന്ന് പറയുന്നത് എന്താണ്, അമ്മയ്ക്ക് കുഞ്ഞിനോട് അല്ലെങ്കിൽ കുഞ്ഞിന് അമ്മയോടുള്ള ആ ഒരു അകൽച്ചം കുറയ്ക്കുന്നതാണ്. അതിലൂടെ കുട്ടിയുടെ സർവൈവലിന് ചാൻസ് കൂട്ടുന്ന ഒരു രീതിയാണ് അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി ബോൾബീസ് ഇതോളജിക്കൽ തിയറി എന്നാണ് പറയുന്നത്. ബോൾബീസ് തിയറിയാണ് നമ്മൾ ഇതോളജിക്കൽ തിയറി എന്നറിയപ്പെടുന്നത്. ഇതോളജിക്കൽ തിയറി ഓഫ് അറ്റാച്ച്മെൻറ്റ് എന്നറിയപ്പെടുന്നത് ബോൾബീസ് തിയറിയാണ്. ഇതോളജിക്കൽ മീനിങ് വരുന്നത് ധാർമ്മികമായിട്ടുള്ളത് എന്ന രീതിയിൽ വരുന്നതാണ് ഇതോളജിക്കൽ. സോ ഇതോളജിക്കൽ തിയറി ഓഫ് അറ്റാച്ച്മെൻറ്റ് റെക്കഗ്നൈസ് ഇൻഫൻറ്റ്സ് ഇമോഷണൽ ടൈ ടു ദ കെയർ ഗിവർ ആസ് ആൻ ഇവോൾവ്ഡ് റെസ്പോൺസ് ദാറ്റ് പ്രൊമോട്ട് സർവൈവൽ. സോ ഇതോളജിക്കൽ തിയറി ഓഫ് അറ്റാച്ച്മെൻറ്റിൽ പറയുന്നത് കുട്ടികളുടെ ഇമോഷണൽ ടൈ അല്ലെങ്കിൽ ഇമോഷണൽ ബോണ്ട്, കെയർ ഗിവേഴ്സുമായിട്ടുള്ള കുട്ടികളുടെ ഇമോഷണൽ ബോണ്ടാണ് കുട്ടികളുടെ സർവൈവലിന്, അവരുടെ നിലനിൽപ്പിന് കാരണമാകുന്ന അല്ലെങ്കിൽ ഇവോൾവ്ഡ് റെസ്പോൺസിന് കാരണമാകുന്നത് അവരിൽ കെയർ ഗിവേഴ്സുമായിട്ട് ഫോം ചെയ്യുന്ന ആ ഒരു ഇമോഷണൽ ടൈ അപ്പിലൂടെയാണ് അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റിലൂടെയാണ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ തിയറിയായ ഇതോളജിക്കൽ തിയറി ഓഫ് അറ്റാച്ച്മെൻറ്റിലൂടെ പറയുന്നത്. ജോൺ ബോൾബി അപ്ലൈഡ് ദ ഐഡിയ ടു ഇൻഫൻറ്റ് കെയർ ഗിവർ ബോണ്ട്. സോ ഇവിടെ അദ്ദേഹത്തിൻ്റെ തിയറിയുടെ ആപ്ലിക്കേഷൻ ഇൻഫൻറ്റ് കെയർ ഗിവർ ബോണ്ട് എന്നൊരു രീതിയിൽ, അല്ലെങ്കിൽ ഇൻഫൻറ്റും ആ കെയർ ഗിവറും തമ്മിലുള്ള ബോണ്ട് ആ ഒരു ഇതിൽ അപ്ലൈ ചെയ്തിട്ടുള്ള തിയറിയാണ് ഇതോളജിക്കൽ തിയറി എന്ന് പറയുന്നത്. ഹി റീറ്റെയിൻ ദ സൈക്കോ അനലിസ്റ്റ് idea that quality of attachment to caregiver has profound implication for child security and capacity to form trusting relationship, but he said feeding is not the basis for attachment. So ഇദ്ദേഹത്തിൻ്റെ സൈക്കോ അനലിസ്റ്റ് ഐഡിയയിലൂടെ ഇവിടെ അറ്റാച്ച്മെൻറ്റ്, കെയർ ഗിവറും കുട്ടിയും തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റിൻ്റെ ക്വാളിറ്റിയിലൂടെ അദ്ദേഹം എന്ത് ചെയ്തു, കുട്ടിയുടെ ചൈൽഡ് സെക്യൂരിറ്റിയും ആ ഒരു അവർ തമ്മിലുള്ള ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റീസ്, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് ചെയ്യുന്ന ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അദ്ദേഹം ഈ ഒരു തിയറിയിലൂടെ നോക്കി. പക്ഷേ ഈ ഒരു തിയറിയിലൂടെ അല്ലെങ്കിൽ ഈ അറ്റാച്ച്മെൻറ്റിലൂടെ ഫീഡ് ചെയ്യുന്നത് മാത്രമല്ല ബേസിസ്, അറ്റാച്ച്മെൻറ്റിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ഫീഡ് ചെയ്യുന്നത് മാത്രമല്ല ബേസിസ് എന്ന് അദ്ദേഹം ഈ ഒരു തിയറിയിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. ദ സെൻട്രൽ തീം ഓഫ് അറ്റാച്ച്മെൻറ്റ് തിയറി ഇസ് ദാറ്റ് മദേഴ്സ് ഹു ആർ അവൈലബിൾ ആൻഡ് റെസ്പോൺസീവ് ടു ദെയർ ഇൻഫൻറ്റ് നീഡ്സ് എസ്റ്റാബ്ലിഷ് എ സെൻസ് ഓഫ് സെക്യൂരിറ്റി ഇൻ ദെയർ ചിൽഡ്രൻ. സോ ഈ ഒരു തിയറിയുടെ തീമെന്ന് പറയുമ്പോഴത്തേക്ക് അമ്മ കുട്ടിയുടെ നീഡിനനുസരിച്ച് റെസ്പോൺസീവായിട്ട് അല്ലെങ്കിൽ അതിനാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളിലൊരു സെൻസ് ഓഫ് സെക്യൂരിറ്റി, ഒരു സുരക്ഷിതത്വം കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുന്നതാണ്. അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ, അല്ലെങ്കിൽ അവൻ കരയുമ്പോൾ അവനെ കേൾക്കാൻ, അല്ലെങ്കിൽ അവനെ എടുക്കാൻ, അല്ലെങ്കിൽ അവന് ആവശ്യമുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ. സോ ഇങ്ങനെ ഒരാളുണ്ട് എന്ന് അവന് തോന്നിക്കഴിഞ്ഞാൽ, ആ ഒരു അറ്റാച്ച്മെൻറ്റ് അവിടെ തോന്നിക്കഴിഞ്ഞാൽ കുട്ടികളിൽ സെൻസ് ഓഫ് സെക്യൂരിറ്റി ഡെവലപ്പ് ചെയ്യും. അവർക്ക് സുരക്ഷിതമാണെന്ന് അവർക്ക് തോന്നും. The infant knows that the caregiver is dependable, which creates a secure base for the child to then explore the world.
സോ കുട്ടികൾ എന്താ ഇൻഫൻസ് മനസ്സിലാക്കും, ആ കെയർ ഗീവർ എൻ്റെ കെയർ ഗീവർ എന്ന് പറയുന്ന ആൾ ഡിപ്പെൻഡബിൾ ആണ്, എനിക്ക് അയാളെ ആശ്രയിക്കാൻ പറ്റുന്ന ഒരാളാണ്, എനിക്ക് ആവശ്യമായിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള ബേസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ഈ ലോകത്തിനെ എക്സ്പ്ലോർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അതിന് സഹായിക്കുന്ന ഒരാളാണ് എന്നുള്ള കാര്യം കുട്ടികൾ ഈ ഒരു അറ്റാച്ച്മെൻറ്റിലൂടെ കുട്ടികൾ തിരിച്ചറിയും. ഇനി ഈ ഒരു അറ്റാച്ച്മെൻറ്റിന് 4 ഫേസസ് ഉണ്ടാണെന്ന് വോൾബീസ് തിയറി ഓഫ് അറ്റാച്ച്മെൻറ്റ്, മീത്തോളജിക്കൽ തിയറി ഓഫ് അറ്റാച്ച്മെൻറ്റിൽ പറയുന്നത് 4 ഫേസസ് ഓഫ് അറ്റാച്ച്മെൻറ്റ് എന്നാണ് പറയുന്നത്. സോ അതിൽ ബേബീസ് ആർ ബോൺ എക്വിപ്ഡ് വിത്ത് ബിഹേവിയർ ലൈക്ക് ക്രൈയിങ്, cooing, babbling and smiling to ensure adult attention, and adult are biologically programmed to respond to infant signals. So കുഞ്ഞുങ്ങൾ ജനിക്കുക എന്ന് പറയുന്നത് അവർ എക്വിപ്ഡ് ആയിട്ട് കുറേ ബിഹേവിയേഴ്സുമായിട്ടാണല്ലേ, ക്രൈ ചെയ്യുക, കരയാനൊക്കെ ആരും പഠിപ്പിക്കുന്നതല്ലേ, അവർ ജന്മന ഇൻബോൺ ആയിട്ട് അവർക്ക് കിട്ടുന്ന ബിഹേവിയേഴ്സാണ് ക്രൈ ചെയ്യുക, കൂയിങ് ചെറിയ ചെറിയ ശബ്ദങ്ങൾ ഉണ്ടാകുക, ബാബ്ലിംഗ് ഒക്കെ നമ്മൾ എന്തൊക്കെയാണ് ഡെവലപ്മെൻറ്റ് സ്റ്റേജസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ അപ്പോൾ കൂയിങ്, ബാബ്ലിങ്, അതുപോലെ ചിരിക്കുക, സോ ഇതൊക്കെ കുട്ടികൾ ചെയ്യുന്ന എന്തിനാണ്, അഡൾട്ട് അറ്റൻഷൻ കിട്ടാൻ. ആദ്യകാലങ്ങളിൽ അത് അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനാണെങ്കിലും ഒരു 5-6 മാസമൊക്കെ അല്ലെങ്കിൽ 6 to 9 ഒക്കെ ആകുമ്പോൾ ബാബിൾ ചെയ്യാൻ തുടങ്ങും, ചെയ്തു. സോ ആ ഒരു ടൈം അത് എന്തിനാണ്, അഡൾട്ട് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി, അവരെ നോക്കാൻ വേണ്ടിയാണ് അവരെന്ത് ചെയ്യുന്നത്, ഓരോരോ ശബ്ദങ്ങൾ അവർ വെക്കുന്നത്, മമ്മ, പപ്പ, അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള വവൽസ് യൂസ് ചെയ്യുകയും. സോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണ്, അഡൾട്ട് അറ്റൻഷൻ കിട്ടാൻ വേണം. സോ അതുപോലെ തന്നെ അഡൾട്ട് എന്താണ്, ബയോളജിക്കലി പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കുഞ്ഞ് എന്തെങ്കിലും ഒരു സിഗ്നൽസ് തന്നാൽ അതിന് റെസ്പോണ്ട് ചെയ്ത്, കുഞ്ഞുങ്ങൾ ഈ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെന്ത് ചെയ്യും, തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. സോ അത് ഒരു അഡൾട്ടിനെ എന്താണ് ബയോളജിക്കലി അങ്ങനെ പ്രോഗ്രാം ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി. ഇനി ഹി വ്യൂഡ് ദ ഫസ്റ്റ് 3 ഇയർ ആർ വെരി സെൻസിറ്റീവ് പീരീഡ് ഫോർ അറ്റാച്ച്മെൻറ്റ്. ഇദ്ദേഹം ആദ്യത്തെ 3 പീരീഡിനെ ഒരു സെൻസിറ്റീവ് പീരീഡായിട്ട്, അറ്റാച്ച്മെൻറ്റിൻ്റെ ഒരു സെൻസിറ്റീവ് പീരീഡായിട്ടാണ് ആദ്യത്തെ 3 ഇയറിന് അദ്ദേഹം കാണപ്പെടുന്നത്. ഇനി അതിൽ ആദ്യത്തെ ഫേസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 4 ഫേസസ് പ്രീ അറ്റാച്ച്മെൻറ്റ് ഫേസ് ഉണ്ട്. പ്രീ അറ്റാച്ച്മെൻറ്റ് ഫേസ് എന്ന് പറയുന്നത് ബർത്ത് ടു 6 വീക്ക് വരെയാണ് പ്രീ അറ്റാച്ച്മെൻറ്റ് ഫേസ്. അറ്റാച്ച്മെൻറ്റ് ഇൻ മേക്കിംഗ് ഫേസ് സെക്കൻഡ് ഫേസാണ് അറ്റാച്ച്മെൻറ്റ് ഇൻ മേക്കിംഗ് ഫേസ്. ഇത് 6 വീക്ക് തൊട്ട് 6 to 8 മന്ത് വരെയുള്ള കാലഘട്ടത്തിലുള്ള ഫേസാണ് അറ്റാച്ച്മെൻറ്റ് ഇൻ മേക്കിംഗ് ഫേസ്. നെക്സ്റ്റ് ഇസ് ക്ലിയർ കട്ട് അറ്റാച്ച്മെൻറ്റ് ഫേസ് ഉണ്ട്. 6 to 8 മന്ത് ടു 18 മന്ത് ടു 2 ഇയേഴ്സ്. സോ 6 to 8 മാസം മുതൽ 18 മാസം അല്ലെങ്കിൽ 2 വയസ്സ് വരെയുള്ള കുട്ടികളിൽ കാണപ്പെടുന്ന ഫേസാണ് അറ്റാച്ച്മെൻറ്റ് ഫേസാണ് ക്ലിയർ കട്ട് ഫേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഫോർമേഷൻ ഓഫ് റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ്. ലാസ്റ്റ് ഫേസാണ് 18 മന്ത് ടു 2 ഇയേഴ്സ് ആൻഡ് ഓൺ. സോ 2 വയസ്സ് അതിന് ശേഷമുള്ള 18 മാസം തൊട്ട് 2 വയസ്സ് തൊട്ട് അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിലാണ് ഫോർമേഷൻ ഓഫ് റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. നമുക്കിത് ഓരോ ഫേസ് നോക്കാം. പ്രീ അറ്റാച്ച്മെൻറ്റ് ഫേസ് എന്ന് പറയുന്നത് ബർത്ത് ടു 6 വീക്കാണ്. ബേബീസ് ഇന്നേറ്റ് സിഗ്നൽ അട്രാക്ട് കെയർ ഗിവർ, ഗ്രാസ്പിംഗ്, ക്രൈയിങ്, സ്മൈലിംഗ് ആൻഡ് ഗേസിങ് ഇൻ ടു ദ അഡൾട്ട് ഐ. സോ ബേബിയുടെ ഇന്നേറ്റ് ആയിട്ടുള്ള ഇൻബോൺ ആയിട്ടുള്ള സിഗ്നൽസ് ഉണ്ടല്ലേ, കെയർ ഗിവറിനെ അട്രാക്ട് ചെയ്യുക, അത് കരയാറുണ്ട്, അല്ലെങ്കിൽ അടുത്ത ആൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മുടിയിൽ പിടിക്കുക, അല്ലെങ്കിൽ എന്താണോ അവരുടെ കയ്യിൽ എത്തുന്നത് സോ അവിടെ ഗ്രാസ്പ് ചെയ്ത് പിടിക്കുക. സോ ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യാം, കെയർ ഗിവറിൻ്റെ അട്രാക്ഷനെ അട്രാക്റ്റ് ചെയ്യുകയാണ്. സോ ഇതൊക്കെ ഇന്നേറ്റ് സിഗ്നൽസ് ആണ്. ഒരു കുട്ടിയിൽ ഇന്നേറ്റ് ആയിട്ട് സിഗ്നൽസ് ഉണ്ട് എന്ത് ചെയ്യാൻ, അട്രാക്റ്റ് ചെയ്യാൻ, കെയർ ഗിവറിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള കുറേ ഇന്നേറ്റ് സിഗ്നൽസ് ഉണ്ട്. അതുപോലെ ഒരു സ്മൈൽ, കെയർ ഗിവറിൻ്റെ കണ്ണിൽ നോക്കി ചിരിക്കാൻ, പരിചയമുള്ള ആൾക്കാരെ നോക്കി ചിരിക്കുക, ഇല്ലാത്തവരെ നോക്കി എന്ത് ചെയ്യത്തില്ല, ചിരിക്കത്തില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളിൽ ഇന്നേറ്റ് സിഗ്നൽസ് ആയിട്ട് ഉണ്ട്. കെയർ ഗിവേഴ്സ് റിമെയിൻ ക്ലോസ് ബൈ വെൻ ദ ബേബി റെസ്പോണ്ട് പോസിറ്റീവ്ലി. സോ കുട്ടി പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന സമയത്ത് കെയർ ഗിവർ എന്ത് ചെയ്യുക, കുട്ടിയുടെ അടുത്ത് തന്നെ ക്ലോസ് ആയിട്ട് തന്നെ നിൽക്കുക. ദ ഇൻഫൻറ്റ് എൻകറേജ് ദ അഡൾട്ട് ടു റിമെയിൻ ക്ലോസ് ആസ് ദ ക്ലോസ്നെസ് കംഫർട്ട് ദം. സോ ഇൻഫൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്, എൻകറേജ് ചെയ്യുന്നു. ഒരാൾ അടുത്ത് തന്നെ ഉണ്ട്, അല്ലെങ്കിൽ അടുത്ത് ഒരാൾ ക്ലോസ് ആയിട്ട് അടുത്തിരിപ്പുണ്ട്, അതിലൂടെ അയാൾക്ക് ഇൻഫൻസിന് എൻകറേജ്മെൻറ്റ് കൊടുക്കുക അല്ലേ, ഒരു കംഫർട്ട് അല്ലെങ്കിൽ ഒരു കംഫർട്ട് സോൺ അവർക്ക് കിട്ടുകയാണ്, ഒരു ക്ലോസ്നെസ്, ഒരു അടുപ്പ് അവരിൽ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബേബി റെക്കഗ്നൈസ് ദ മദർ സ്മെൽ, വോയിസ് ആൻഡ് ഫേസ്. സോ കുട്ടികൾ എന്ത് ചെയ്യാൻ തുടങ്ങും, അമ്മയുടെ മണം, അതുപോലെ അമ്മയുടെ സ്വരം, അമ്മയുടെ മുഖമൊക്കെ കുട്ടികൾ തിരിച്ചറിയാൻ തുടങ്ങും. അത് എന്തുകൊണ്ടാണ് അവർ വരുന്നത്, അത്രയും അമ്മയെ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന അത് കെയർ ഗിവേഴ്സാണ്. ദേ ആർ നോട്ട് യെറ്റ് അറ്റാച്ച്ഡ് ടു ദ മദർ, ദേ ഡോണ്ട് മൈൻഡ് ബീങ് ലെഫ്റ്റ് വിത്ത് അൺഫെമിലിയർ അഡൾട്ട്.
സോ ഈ ഒരു സ്റ്റേജിലെന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടികൾ കറക്റ്റും എന്താണ് അമ്മയുമായിട്ട് അറ്റാച്ച്ഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. ഇവർ വേറെ ആരെങ്കിലും എടുത്താലും അവർ പ്രത്യേകിച്ച് അവിടെ ഒന്നും അൺഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ മൈൻഡ് ചെയ്യാറില്ല. അവരുടെ ആ ബേസിക് നീഡ്സ് മാത്രമേ ആ ഒരു സമയത്ത് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അപ്പം ഇവിടെ കറക്റ്റ് അമ്മയുമായിട്ട് അറ്റാച്ച്ഡ് ആണോ എന്ന് ചോദിച്ചാൽ ഇവിടെ കറക്റ്റ് പ്രോപ്പർ അറ്റാച്ച്ഡ് ആയിട്ടില്ല. അവിടെ അറിയാത്ത ആൾക്കാരെടുത്താലും അവർ റെസ്പോണ്ട് ചെയ്യാറില്ല. സോ ദേ ഹാവ് നോ ഫിയർ ഓഫ് സ്ട്രേഞ്ചേഴ്സ്. അപരിചിതരെക്കുറിച്ചുള്ള പേടിയൊന്നും ഈ ഒരു 6 വീക്ക് വരെയുള്ള കുട്ടികളിൽ ഉണ്ടാകാറില്ല. സോ അടുത്ത സ്റ്റേജാണ് അറ്റാച്ച്മെൻറ്റ് ഇൻ മേക്കിംഗ് ഫേസ് എന്ന് പറയുന്നത്. ഇത് 6 വീക്ക് തൊട്ട് 6 to 8 മന്ത് വരെയുള്ള കാലഘട്ടത്തിൽ ഇൻഫൻസ് ആണ്. ഇൻഫൻറ്റ് റെസ്പോണ്ട് ഡിഫറെൻ്റ്ലി ടു ഫെമിലിയർ കെയർ ഗിവേഴ്സ് ദാൻ ടു സ്ട്രേഞ്ചേഴ്സ്. ദ ബേബി വുഡ് ബാബിൾ ആൻഡ് സ്മൈൽ മോർ ടു ദ മദർ ആൻഡ് ക്വൈറ്റ്സ് മോർ ക്വിക്ക്ലി വെൻ ദ മദർ പിക്സ് ഹിം. സോ ഒരു 6 വീക്ക് കഴിഞ്ഞ് തുടങ്ങുക അല്ലെങ്കിൽ 8 മാസം ആകുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ കുട്ടികൾ എന്താണ് ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരോട് റെസ്പോണ്ട് ചെയ്യും. ഡിഫറെൻ്റ്ലി ആയിട്ടായിരിക്കും റെസ്പോണ്ട് ചെയ്യും. അവർക്ക് അറിയുന്ന ആൾക്കാരോട് അവർ നല്ല രീതിയിൽ ചിരിക്കുകയും സംസാരിക്കും, ബാബിൾ ചെയ്യുകയൊക്കെ ചെയ്യും. റെസ്പോണ്ട് ഡിഫറെൻ്റ്ലി ആയിരിക്കും. അൺഫെമിലിയർ ആയിട്ടുള്ളവരടുത്ത് അവർ ആ രീതിയിലായിരിക്കും ഈ ഒരു സ്റ്റേജിൽ മിങ്കിൾ ചെയ്യുന്നത്. ദ ഇൻഫൻറ്റ് ലേൺസ് ദാറ്റ് ഹെർ ആക്ഷൻ എഫക്റ്റ് ദ ബിഹേവിയർ ഓഫ് ദോസ് അറൗണ്ട്. സോ ദ ഇൻഫൻസ് മനസ്സിലാക്കി തുടങ്ങും അല്ലേ, പഠിച്ചു തുടങ്ങും. അത് ആ ഇൻഫൻറ്റ് ചെയ്യുന്ന ആക്ഷൻസ് അത് മറ്റ് ചുറ്റുപാടുമുള്ള ആൾക്കാരുടെ ബിഹേവിയറിലെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ കരയുമ്പോഴത്തേക്ക് എനിക്ക് ആവശ്യമുള്ള ഫുഡ് തരുന്നുണ്ട്. സോ അപ്പം അതിൽ നിന്ന് കാര്യം മനസ്സിലാക്കും. എൻ്റെ ആക്ഷൻസ്, ഞാൻ ചെയ്യുന്ന ആക്ഷൻസിന് പുറമേ നിന്ന് എനിക്കൊരു റിയാക്ഷൻ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരുടെ ബിഹേവിയറിനെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഒരു ഇൻഫൻറ്റ് മനസ്സിലാക്കിയെടുക്കും. ദ ബിഗിൻ ടു ഡെവലപ്പ് സെൻസ് ഓഫ് ട്രസ്റ്റ് വെയർ ദേ എക്സ്പെക്ട് ദാറ്റ് ദ കെയർ ഗിവർ വിൽ റെസ്പോണ്ട് വെൻ സിഗ്നൽ. സോ ഇവിടെയാണ് സെൻസ് ഓഫ് ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇവിടെയാണ് കുട്ടികൾ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലേ, ഞാൻ എന്തെങ്കിലും സിഗ്നൽ കൊടുത്താൽ എൻ്റെ കെയർ ഗിവർ അതിന് റെസ്പോണ്ട് ചെയ്യും. ദേ എക്സ്പെക്ട്, അവർ പ്രതീക്ഷിക്കും. ഒരു ട്രസ്റ്റ് ഫോം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അറ്റാച്ച്മെൻറ്റ് ഇൻ മേക്കിംഗ് ഫേസ് എന്ന് പറയുന്നത്. സോ ആദ്യത്തെ ഫേസിൽ അവിടെ എന്താണ് അവിടെ അൺഫെമിലിയർ അല്ലാത്ത ആൾക്കാരെടുത്താൽ അവരെന്ത് ചെയ്യാറില്ല, ഒന്നും ചെയ്യാറില്ല. അവരുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഇന്നേറ്റായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ അടുത്ത് നിൽക്കുന്ന ആരാണോ അവരുമായിട്ട് അവർ ക്ലോസ് ആയിട്ട് നിന്ന് അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ അടുപ്പം കാണിക്കും. പക്ഷേ ഈ അറ്റാച്ച്മെൻറ്റ് ഇൻ മേക്കിംഗ് സ്റ്റേജ് ആകുമ്പോൾ അവിടെ ഒരു ട്രസ്റ്റ് ഫോം ചെയ്യും, ഒരു സെൻസ് ഓഫ് ട്രസ്റ്റ് ഫോം ചെയ്യും. ഞാൻ ഇങ്ങനെ ചെയ്താൽ എൻ്റെ കെയർ ഗിവർ എനിക്ക് ഇങ്ങനെ തരും, ഞാൻ കരഞ്ഞാൽ എനിക്ക് ഫുഡ് തരും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കാണിച്ചാൽ എന്നെ ചെയ്യും എന്നുള്ളൊരു ആ ഒരു എക്സ്പെക്റ്റേഷൻ അവരിൽ ഡെവലപ്പ് ചെയ്യും. ദ ഇൻഫൻറ്റ് സ്റ്റിൽ ഡസ് നോട്ട് പ്രൊട്ടസ്റ്റ് വെൻ സെപ്പറേറ്റഡ് ഫ്രം ദ കെയർ ഗിവർ. സോ ഈ ഒരു സ്റ്റേജിലും കുട്ടികൾ കെയർ ഗിവറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്താലും പ്രൊട്ടസ്റ്റ് ചെയ്യില്ല എന്നാണ് 6 to 8 മന്തിൽ പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഫോർമേഷൻ ഓഫ് റെസിപ്രോക്കൽ റിലേഷൻഷിപ്പാണ്. ഇത് 18 months to 2 years ആണ്. വിത്ത് റാപ്പിഡ് ഗ്രോത്ത് ഇൻ റെപ്രസെൻറ്റേഷൻ ആൻഡ് ലാംഗ്വേജ് ബൈ 2 years, the toddler is able to understand some of the factors that influence parents coming and going and to predict their return. The separation protest decline. സോ ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് കുട്ടികൾ എന്താണ് ഒരു ടോഡ്ലർ സ്റ്റേജിലോട്ട് എത്തി. സോ ഇവിടെ അവർക്ക് പെട്ടെന്നൊരു വളർച്ച ഉണ്ടാകുമല്ലേ, അവർ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യും. സോ ഇതിലൂടെ അവർ പല കാര്യങ്ങളും അവർ മനസ്സിലാക്കിയെടുക്കും അല്ലേ, പല കാര്യങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും. സർട്ടൺ ഫാക്ടേഴ്സ് ലൈക്ക് പാരൻസ് കമ്മിങ് ആൻഡ് ഗോയിങ് ആൻഡ് ടു പ്രഡിക്റ്റ് ദെയർ റിട്ടേൺസ്. സോ പാരൻസ് എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ ചെയ്യത്തില്ല, അല്ലെങ്കിൽ പാരൻസ് ഉണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകും. ദ സെപ്പറേഷൻ പ്രൊട്ടസ്റ്റ് ഡിക്ലൈൻ. ദ ചൈൽഡ് കുഡ് നെഗോഷിയേറ്റ് വിത്ത് ദ കെയർ ഗിവർ യൂസിങ് റിക്വസ്റ്റ് ആൻഡ് പെർസുവേഷൻ ടു ഓൾട്ടർ ഹെർ ഗോൾസ്. സോ ഇവിടെ ചൈൽഡ് എന്ത് ചെയ്യാൻ തുടങ്ങും, കെയർ ഗിവറുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അത് വേണം, അല്ലെങ്കിൽ ഇത് ചെയ്താൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ റിക്വസ്റ്റുകൾ ചെയ്യാൻ തുടങ്ങും, അതെനിക്കത് ചെയ്തു തരണം. അങ്ങനെ പല ഗോൾസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങളും അവർ ചെയ്യാൻ തുടങ്ങും. വിത്ത് ഏജ് ദ ചൈൽഡ് ഡിപ്പെൻഡ് ലെസ് ഓൺ ദ കെയർ ഗിവർ. സോ ഏജ് കൂടുന്നതിനനുസരിച്ച് അവരെന്ത് ചെയ്യാൻ തുടങ്ങും, കെയർ ഗിവറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറയാൻ തുടങ്ങും. അവർ തന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങും. സോ അവർ തന്നെ നടക്കാൻ തുടങ്ങും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ തുടങ്ങും. മോർ കോൺഫിഡൻസ് ദാറ്റ് ദ കെയർ ഗിവർ വിൽ ബി ആക്സസിബിൾ ആൻഡ് റെസ്പോൺസീവ് ഇൻ ടൈം ഓഫ് നീഡ്സ്. പക്ഷേ അവരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആവുന്നുണ്ടെങ്കിലും അവർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലേ, കെയർ ഗിവർ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ എനിക്ക് ആവശ്യത്തിനനുസരിച്ച് അതിന് റെസ്പോൺസ് ചെയ്യും, അല്ലെങ്കിൽ എനിക്കത് ചെയ്തു തരും എന്നുള്ളൊരു വിശ്വാസം അവരിൽ ഡെവലപ്പ് ചെയ്യും. ഇതാണ് ഫോർമേഷൻ ഓഫ് റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് സ്റ്റേജ് എന്ന് പറയുന്നത്.
സോ അറ്റാച്ച്മെൻറ്റ് ഇൻ മേക്കിംഗ് ഫേസ് കഴിഞ്ഞിട്ട് സോ ക്ലിയർ കട്ട് അറ്റാച്ച്മെൻറ്റ് ഫേസ് ആയിരുന്നു. സോ അത് നമ്മൾ വിട്ടുപോയായിരുന്നു. സോ അതിന് ശേഷം അടുത്തതിലോട്ട് പോയി. സോ ഇതിനിടയ്ക്ക് ക്ലിയർ കട്ട് അറ്റാച്ച്മെൻറ്റ് ഫേസ് ഉണ്ട്. സോ അത് 6 to 8 month to 18 month to 2 years വരെയുള്ള കാലഘട്ടങ്ങളിലെ ഫേസ് ആണ് ക്ലിയർ കട്ട് അറ്റാച്ച്മെൻറ്റ് ഫേസ് എന്ന് പറയുന്നത്. ദ അറ്റാച്ച്മെൻറ്റ് ടു ഫെമിലിയർ കെയർ ഗിവർ ബിക്കംസ് എവിഡൻറ്റ്. സോ ഫെമിലിയർ ആയിട്ടുള്ള കെയർ ഗിവർ, സോ ഈ ഒരു സ്റ്റേജിലാണ് അവിടെ എന്ത് ചെയ്യുന്നത്, തിരിച്ച് നമുക്ക് പരിചയമുള്ള കെയർ ഗിവേഴ്സിനെ കാണുമ്പോഴത്തേക്കുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഇവിടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. 18 മാസം തൊട്ട് 2 വയസ്സ് വരെയുള്ള ഒരു 6 അല്ലെങ്കിൽ 8 മാസം തൊട്ടുള്ള കുട്ടികൾ തൊട്ട് 18 അല്ലെങ്കിൽ 2 വയസ്സിനകത്തുള്ള കുട്ടികളിലാണ് ഈ ഒരു ക്ലിയർ കട്ട് അറ്റാച്ച്മെൻറ്റ് ഫേസ് കാണാൻ പറ്റുന്നത്. ബേബീസ് ഡിസ്പ്ലേ സെപ്പറേഷൻ ആൻസൈറ്റി വെയർ ദേ ബിക്കം അപ്സെറ്റ് വെൻ ആൻ അഡൾട്ട് ഹും ദേ ഹാവ് കം ടു റിലേ ലീവ്. സോ ബേബീസ് എന്ത് ചെയ്യും, അവർക്കറിയാത്ത ഒരാൾ വന്ന് എടുക്കുമ്പോഴത്തേക്ക് അവർ അപ്സെറ്റ് ആകും, സെപ്പറേഷൻ ആൻസൈറ്റി കാണിക്കും. സോ കെയർ ഗിവറിൽ നിന്ന് സെപ്പറേറ്റഡ് ആകുമ്പോഴത്തേക്ക് അവർ ആ ഒരു ആൻസൈറ്റി, അവർ ഉത്കണ്ഠ ഇവിടെ കാണിക്കും. സോ അവർക്ക് അറിയാത്ത ആൾക്കാരുമായിട്ട് അവരെന്ത് ചെയ്യാറില്ല, അറിയാത്ത ആൾക്കാരുമായിട്ട് പോകുമ്പോൾ അവിടെ ഒരു അപ്സെറ്റ് അവരിൽ ഉണ്ടാകുന്നത് കാണിക്കും. ഓൾസോ സെപ്പറേഷൻ ആൻസൈറ്റി ഇൻക്രീസസ് ബിറ്റ്വീൻ 6 to 15 months. സോ ഈ 6 മാസം തൊട്ട് 15 മാസം വരെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സെപ്പറേഷൻ ആൻസൈറ്റി കുട്ടികളിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഇറ്റ്സ് ഒക്കറൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇൻഫൻറ്റ് ടെമ്പറമെൻറ്റ്, കോൺടാക്ട്സ് ആൻഡ് അഡൾട്ട് ബിഹേവിയർ. സോ ഈ ഒരു സെപ്പറേഷൻ ആൻസൈറ്റി ഓരോ കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് കുട്ടികളുടെ ടെമ്പർമെൻറ്റ്, ഇൻഫൻറ്റ് ടെമ്പർമെൻറ്റ്, അവരുടെ ബിഹേവിയർ എങ്ങനെയാണോ, ഏത് കോൺടാക്സ്റ്റ് ആണ് അല്ലെങ്കിൽ അഡൾട്ട് ബിഹേവിയറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു സെപ്പറേഷൻ ആൻസൈറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. ദ ചൈൽഡ് വുഡ് ഷോ ഡിസ്ട്രസ് വെൻ ദ മദർ ലീവ്സ്, ബട്ട് ഇഫ് ദ കെയർ ഗിവർ ഇസ് സപ്പോർട്ടീവ് ആൻഡ് സെൻസിറ്റീവ് ദെൻ ദിസ് ആൻസൈറ്റി കുഡ് ബി ഷോർട്ട് ലീവ്ഡ്. സോ കുട്ടി എന്ത് ചെയ്യും, അമ്മ കെയർ ഗിവർ, അമ്മ എവിടെയെങ്കിലും ജോലിക്ക് പോകണതോ അല്ലെങ്കിൽ അമ്മ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾ എന്ത് കാണിക്കും, അവർ ഡിസ്ട്രസ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ അവർക്ക് വിഷമം അല്ലെങ്കിൽ ഒരു അപ്സെറ്റ് ആൻസൈറ്റി തോന്നും. പക്ഷേ കെയർ ഗിവർ അതുപോലെ സപ്പോർട്ടീവാണ് അല്ലെങ്കിൽ അവർ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ അവരുടെ ആ ഒരു ആൻസൈറ്റി എന്ത് ചെയ്യും, കുറയും. അമ്മയാണെങ്കിൽ പോലും കെയർ ഗിവർ നല്ലോണം നോക്കിയാൽ ആ ഒരു ഇത് അവരിൽ കുറയും. ഓൾസോ ഇഫ് ദ ബേബി ഹാസ് നോട്ട് ഡെവലപ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് പിയാഷ്യൻ ഒബ്ജക്റ്റ് പെർമനൻസ്, ദേ യൂഷ്വലി ഡു നോട്ട് ബിക്കം ആൻഷ്യസ് വെൻ ദ പാരൻറ്റ് ലീവ്സ്. സോ അതുപോലെ തന്നെ നമ്മൾ പിയാഷയുടെ കൺസെപ്റ്റിൽ പറഞ്ഞിട്ടുള്ളേ ഒബ്ജക്റ്റ് പെർമനൻസ്. സോ കുട്ടികളിൽ ഈ ഒരു സ്റ്റേജിൽ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്ന ആ ഒരു ഇത് ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ കുട്ടികൾക്ക് അമ്മ പോയാൽ അല്ലെങ്കിൽ ഫെമിലിയർ ആയിട്ടുള്ളവർ പോയാലും അവരവിടെ പ്രശ്നമൊന്നും കാണിക്കത്തില്ല. ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ വിഷനിൽ ഫ്രണ്ടിൽ ഇല്ലെങ്കിൽ അവർ അതിനെക്കുറിച്ച് ബോധേഡല്ല. ഇപ്പോൾ ഒരു കുട്ടിയുടെ ഫ്രണ്ടിൽ നമ്മളൊരു കളിപ്പാട്ടം വെക്കുകയാണ്. സോ അത് നമ്മളെടുത്ത് കുറച്ച് മാറ്റി വയ്ക്കുന്നു. സോ അപ്പോൾ അവൻ്റെ ഫ്രണ്ടിൽ നിന്ന് അല്ലെങ്കിൽ അവൻ്റെ വിഷനിൽ നിന്ന് അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്ന് അത് പോയി കഴിഞ്ഞാൽ അവിടെ അവനത് എക്സിസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തിരക്കത്തില്ല. സോ അതാണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സ്റ്റേജിൽ കുട്ടികളിൽ ഒബ്ജക്റ്റ് പെർമനൻസ് ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ അവർ എന്ത് ചെയ്യാറില്ല, പാരൻസിനെ റെക്കഗ്നൈസ് അല്ലെങ്കിൽ അവർ പോയാലും അവർ കുട്ടികളിൽ വലിയ ആൻസൈറ്റി ഉണ്ടാകില്ല. സോ അതാണ് ഈ ഒരു ക്ലിയർ കട്ട് അറ്റാച്ച്മെൻറ്റ് ഫേസ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇതാണ് ഇൻറ്റേർണൽ വർക്കിംഗ് മോഡൽ എന്ന് പറയും. സോ ബേസ്ഡ് ഓൺ ദ 4 phases ഓഫ് അറ്റാച്ച്മെൻറ്റ്, സെറ്റ് ഓഫ് എക്സ്പെക്റ്റേഷൻസ് അബൌട്ട് ദ അവൈലബിലിറ്റി ഓഫ് അറ്റാച്ച്മെൻറ്റ് ഫിഗേഴ്സ്, ദെയർ ലൈക്ലിഹുഡ് ഓഫ് പ്രൊവൈഡിങ് സപ്പോർട്ട് ഡ്യൂറിങ് ടൈംസ് ഓഫ് സ്ട്രെസ് ആൻഡ് ദ സെൽഫ് ഇൻട്രാക്ഷൻ വിത്ത് ദോസ് ഫിഗേഴ്സ്. സോ ഇൻറ്റേർണൽ വർക്കിംഗ് മോഡൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ 4 phases ഓഫ് അറ്റാച്ച്മെൻറ്റ് സെറ്റ് ഉണ്ടല്ലേ. സോ അവിടെ നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. സോ നമ്മുടെ ആവശ്യ സമയത്ത് അല്ലെങ്കിൽ ഏറ്റവും അറ്റാച്ച്മെൻറ്റ് ഫിഗേഴ്സ് ആരാണ്, സോ അപ്പം അവർക്ക് ഇഷ്ടം എന്താണ് അല്ലെങ്കിൽ ആരായിരിക്കും ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്, എനിക്കൊരു സ്ട്രെസ്സ് വന്ന് അല്ലെങ്കിൽ സോ അത് എല്ലാവരുടെ ഉള്ളിലും, അത് കുട്ടികളല്ല എല്ലാവരുടെ ഉള്ളിലും കാണുമല്ലേ. ഒരു സ്ട്രെസ്സ് വന്നാൽ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ആൾക്കാരുമായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ആൾക്കാരുമായിട്ടായിരിക്കും നമ്മളത് നമ്മൾ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് തോന്നണം അവരുമായിട്ട് എനിക്കിത് അയാളത്ത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലെങ്കിൽ എനിക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ട്, അടുപ്പമുണ്ട് എന്ന് തോന്നും. സോ അതാണ് ഇൻറ്റേർണൽ വർക്കിംഗ് മോഡൽ എന്ന് പറയുന്നത്. സോ ഇതെല്ലാം ഈ അവൈലബിലിറ്റി എല്ലാം നോക്കി ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആൻസൈറ്റി ഉള്ള സമയത്ത് ഈ ആളോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അറ്റാച്ച്മെൻ്റ് ഉള്ള ആളോട് പറഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഇൻറ്റേർണൽ വർക്കിംഗ് മോഡൽ. സോ അത് ഈ 4 ഫേസസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ദ ഇൻറ്റേർണൽ വർക്കിംഗ് മോഡൽ ഈസ് എ വൈറ്റൽ പാർട്ട് ഓഫ് പേഴ്സണാലിറ്റി. സോ ഓരോ വ്യക്തികളുടെയും വൈറ്റൽ പാർട്ടാണ്, പേഴ്സണാലിറ്റിയുടെ വൈറ്റൽ പാർട്ടാണല്ലോ ഇൻറ്റേർണൽ വർക്കിംഗ് മോഡൽ എന്ന് പറയുന്നത്. സോ ഇത് എന്ത് ചെയ്യും, ആൻഡ് എ ഗൈഡ് ഫോർ ഓൾ ഫ്യൂച്ചർ ക്ലോസ് റിലേഷൻഷിപ്പ്.
റിലേഷൻഷിപ്പ്. സോ ഇത് ഭാവിയിലുള്ള ഭാവിയിലെ എല്ലാ അടുത്ത റിലേഷൻഷിപ്പിൻ്റെയും ഗൈഡ് ആകുന്ന എന്തായിരിക്കും? ഈ ഇൻറ്റേർണൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു വർക്കിംഗ് മോഡലുണ്ട്. എൻ്റെ ഫാമിലി അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ്, സോ ഇങ്ങനെയാണ്. സോ അപ്പോൾ അവരുമായിട്ട് ഫ്യൂച്ചറിലുള്ള ക്ലോസ് റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണമെന്നെല്ലാം ഈ ഒരു ഇൻറ്റേർണൽ വർക്കിംഗ് മോഡലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നയിക്കുന്നത്. ഇനി സ്റ്റൈൽസ് ഓഫ് അറ്റാച്ച്മെൻറ്റ് പറയുന്നത്, അറ്റാച്ച്മെൻറ്റ് ഈസ് നോട്ട് ആൻ ഓൾ ഓർ നത്തിങ് പ്രോസസ്. ദെയർ മേ ബി വേരിയേഷൻസ് ഓർ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ബിറ്റ്വീൻ ചിൽഡ്രൻ ഇൻ ദ അറ്റാച്ച്മെൻറ്റ് ദേ ഫോം. സോ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കത്തില്ല ഈ അറ്റാച്ച്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നത്. ഇവിടെ എന്ത് പറ്റാം, വേരിയേഷൻസ് സംഭവിക്കാമല്ലോ. ഇൻഡിവിജ്വൽ ഡിഫറൻസിന് ഓരോ വ്യക്തികളും ഡിഫറൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ അറ്റാച്ച്മെൻറ്റ്സ് വേരി ചെയ്ത് വരാം. കെയർ ഗിവേഴ്സ് ഡിഫറൻസ് ആണ്. സോ കുട്ടികളിലും ചേഞ്ചസ് വരാം, കെയർ ഗിവേഴ്സിലും ചേഞ്ചസ് വരാം. സോ അടുത്തൊരു Ainsworth and Bell assessed about 100 American infant and their primary caregivers for the quality of attachment. So കുട്ടികൾ 100 ഇൻഫൻസിനെ അവരുടെ പ്രൈമറി കെയർ ഗിവേഴ്സിനെയും അസസ് ചെയ്തതിലൂടെ അവർ കണ്ടെത്തിയ ക്വാളിറ്റി അറ്റാച്ച്മെൻറ്റിൽ കുറച്ച് ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ആണ് പറയുന്നത്. സെക്യൂർ അറ്റാച്ച്മെൻറ്റ്, സെക്യൂറായിട്ട് കുട്ടികളെ സെക്യൂർ രീതിയിൽ നോക്കുന്ന അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകാം. അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റ്, പല കാര്യങ്ങളും ശ്രദ്ധിക്കാതെ അവരെ അവോയ്ഡ് ചെയ്യുന്നത്. റെസിസ്റ്റൻറ്റ്, എന്ത് ചെയ്താലും അവരെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള അറ്റാച്ച്മെൻറ്റ്. ഡിസ്ഓർഗനൈസ്ഡ് അല്ലെങ്കിൽ ഡിസ്ഓറിയൻറ്റഡ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്സ്. ഇത് ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് അറ്റാച്ച്മെൻ്റ് ആണ് ഇവിടെ പറയുന്നത്. സോ അതിൽ സെക്യൂർ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടികൾ അപ്സെറ്റ് ആയിരിക്കും. സബോർഡ് വെൻ മദർ ലീവ്സ്. സോ അമ്മ വിട്ടു പോകുമ്പോഴത്തേക്ക് കുട്ടികൾ സെക്യൂർ ആയിട്ടുള്ളവരാണെങ്കിൽ അവർ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആകും. ഹാപ്പി ഓർ റീയൂണിയൻ, അമ്മ തിരിച്ചെത്തുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് സന്തോഷിക്കും. അവോയ്ഡൻ്റ് ഓഫ് സ്ട്രേഞ്ചേഴ്സ് വെൻ മദർ നോട്ട് ദെയർ. സോ അമ്മ ഇല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് പോകാൻ അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ അവർ പോകത്തില്ല. ബട്ട് ഓക്കെ വെൻ പ്രസൻറ്റ്. സോ അമ്മ ഉള്ളപ്പം അവരെന്തായിരിക്കും, ഓക്കെ ആയിരിക്കും. സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ പോകാൻ അവർ വില്ലിങ് ആയിരിക്കും. മദറിൻ്റെ ബിഹേവിയർ എന്ന് പറയുമ്പോഴത്തേക്ക് സെക്യൂർ ടൈപ്പ് ആകുമ്പോഴത്തേക്ക് മദർ ബിഹേവിയർ എന്ന് പറയുമ്പോൾ സെൻസിറ്റീവ് ആയിരിക്കും, റെസ്പോൺസീവ് ആയിരിക്കും. ചൈൽഡ് ഫീൽ പോസിറ്റീവ് ആൻഡ് ലൗഡ്. കുട്ടിക്ക് അമ്മ പോസിറ്റീവ് അല്ലെങ്കിൽ ലൗഡ് സ്നേഹിക്കുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകും. ഇനി ഇൻസെക്യൂർ അവോയ്ഡൻ്റ് ആകുമ്പോഴത്തേക്ക് അവിടെ അൺകൺസേൺഡ് ബൈ മദേഴ്സ് ആബ്സെൻസ്. സോ ഇവിടെ കുട്ടിക്ക് അവിടെ ഒന്നും പ്രത്യേകിച്ച് കൺസേൺഡ് അല്ല, കുട്ടി അമ്മ പോയാലും പ്രശ്നമില്ല എന്നുള്ളൊരു രീതിയാണ്. അൺറെസ്പോൺസീവ് ഓൺ റിട്ടേൺ, തിരിച്ച് വന്നാലും അവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തോന്നില്ല. സ്ട്രോങ്ലി അവോയ്ഡൻ്റ് ഓഫ് മദർ ആൻഡ് സ്ട്രേഞ്ചേഴ്സ്. സോ അമ്മയോടും എന്തായാലും അടുപ്പം കാണിക്കത്തില്ല. ആ ഒരു രീതിയിലാണ് ഇൻസെക്യൂർ അവോയ്ഡൻ്റ് എന്ന് പറയുന്നത്. അമ്മയും അവോയ്ഡ് ചെയ്യും, അതുപോലെ സ്ട്രേഞ്ചേഴ്സിനോടും അവർ താല്പര്യം അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്ത് കളയും. സോ അമ്മയുടെ ബിഹേവിയർ അവിടെ എന്താണെന്ന് വെച്ചാൽ അൺറെസ്പോൺസീവ് ആയിരിക്കും, കുട്ടിയുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കത്തില്ല. ചൈൽഡ് ഫീൽസ് അൺലൗഡ് ആൻഡ് റിജക്റ്റഡ്. കുട്ടിയെ സ്നേഹിക്കുന്നതായിട്ടോ പരിഗണിക്കുന്നതായിട്ടോ കുട്ടിക്ക് തോന്നില്ല. ഇനി അടുത്ത ഇൻസെക്യൂർ റെസിസ്റ്റൻ്റ് ആകുമ്പോഴത്തേക്ക് ഇൻറ്റൻസ് ഡിസ്ട്രസ് ഓൺ സെപ്പറേഷൻസ്, ഫിയർ ഓഫ് സ്ട്രേഞ്ചർ, ക്ലിങ്കി ആൻഡ് റിജക്റ്റിംഗ് ഓൺ റിട്ടേൺ. സോ കുട്ടിക്ക് ഇൻസെക്യൂർ റെസിസ്റ്റൻ്റ് ആകുമ്പോൾ കുട്ടിക്ക് അമ്മ വിട്ടു പോകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വിഷമം അല്ലെങ്കിൽ ഭയങ്കര പ്രോബ്ലം ആയിരിക്കും. അതുപോലെ സ്ട്രേഞ്ചേഴ്സിനോട് ഭയങ്കര പേടിയായിരിക്കും. തിരിച്ചു വരുമ്പോഴത്തേക്ക് കുട്ടി എന്ത് ചെയ്യത്തില്ല, അമ്മയെ അക്സെപ്റ്റ് ചെയ്തില്ല, ആ ഒരു സന്തോഷം കുട്ടികളിൽ കാണിക്കത്തില്ല. സോ അല്ലെങ്കിൽ ദേഷ്യത്തോടെ അല്ലെങ്കിൽ ക്ലിങ്കി ആയിട്ട് നിൽക്കും. ഇനി മദർ ബിഹേവിയർ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഇൻകൺസിസ്റ്റൻ്റ് ആയി എപ്പോഴും ഒരുപോലെ ആയിരിക്കത്തില്ല അമ്മ കുട്ടിയോട് പെരുമാറുന്നത്. ചൈൽഡ് ഫീൽസ് ആംഗ്രി ആൻഡ് കൺഫ്യൂസ്ഡ്. സോ കുട്ടിയോട് എപ്പോഴും ദേഷ്യമുള്ളതായിട്ടും അതുപോലെ കൺഫ്യൂസ്ഡ് ആയിട്ട് അമ്മയുടെ സ്വഭാവത്തിന് കൺഫ്യൂസ്ഡ് ആയിട്ടും കുട്ടിക്ക് തോന്നും. ഇനി ഇൻസെക്യൂർ, ഡിസോർഗനൈസ്ഡ് ഓർ ഡിസോറിയൻറ്റഡ് എന്ന് പറയുന്നത് നോ കൺസിസ്റ്റൻറ്റ് വേ ഓഫ് ഡീലിംഗ് വിത്ത് ദ സ്ട്രെസ്സ്. സോ ഇവിടെ പ്രത്യേകിച്ചൊരു ചില സമയത്ത് അവർക്ക് തോന്നാം പോകുന്നതിൽ വിഷമം തോന്നാം, ചില സമയത്തൊന്നും തോന്നില്ല. ദേ റിഫ്ലക്ട് ഗ്രേറ്റസ്റ്റ് ഇൻസെക്യൂരിറ്റി, ഷോ കൺഫ്യൂസ്ഡ് ആൻഡ് കോൺട്രഡിക്ടറി ബിഹേവിയർ. സോ പല സമയത്ത് പല ബിഹേവിയർ ആയിരിക്കും ഇവിടെ, കോൺട്രഡിക്ടറി ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. വെൻ പാരൻസ് ട്രൈ ടു ഹോൾഡ് ദം ദേ ലുക്ക് അവേ. സോ പാരൻസ് അവരെ ഒന്നിച്ച് അടുപ്പിക്കാൻ നോക്കിയാൽ പോലും അവർ വേറൊരു സ്ഥലത്തോട്ട് നോക്കും. ടിപ്പിക്കൽ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ വെൻ ദ ഇൻഫൻറ്റ് ഈസ് അബ്യൂസ്ഡ് ഓർ നെഗ്ലക്റ്റഡ്. സോ ഈ ഒരു ഇൻസെക്യൂർ ഡിസോർഗനൈസ്ഡ് കൂടുതലും വരുന്നത് അബ്യൂസ്, കുട്ടികളെ ഒരുപാട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യുന്ന പാരൻസിൻ്റെ ബിഹേവിയറിൽ വരുന്ന കുട്ടികളാണ് ഇൻസെക്യൂർ ഡിസോർഗനൈസ്ഡ് സ്റ്റൈൽ ഓഫ് അറ്റാച്ച്മെൻറ്റിൽ വരുന്നത്. സോ ഇത്രയേ ഉള്ളൂ ബോൾബീസ് അറ്റാച്ച്മെൻറ്റ് ഇതോളജിക്കൽ തിയറി എന്ന് പറയുന്നത്.
സോ നെക്സ്റ്റ് നമ്മുടെ സിലബസിലുള്ളത് ട്രേറ്റ് തിയറി പെർസ്പെക്റ്റീവാണ്. ട്രേറ്റ് തിയറീസ്, സോ അതിൽ ആൽപോർട്ടിൻ്റെയും കാറ്റലിൻ്റെയും മാത്രം ട്രേറ്റ് തിയറീസാണ് സിലബസിൽ കൊടുത്തിട്ടുള്ളത്. സോ അപ്പോൾ അതുമായിട്ട് അതിന് മുമ്പായിട്ട് കുറച്ച് എന്താ പേഴ്സണാലിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസ് നോക്കാം. പേഴ്സണാലിറ്റി എന്താ നമ്മൾ പറഞ്ഞു, എ പേഴ്സൺ ഇൻറ്റേർണലി ബേസ്ഡ് ക്യാരക്ടറിസ്റ്റിക് വേ ഓഫ് ആക്ടിങ് ആൻഡ് തിങ്കിങ്. സോ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ്, സോ എങ്ങനെ ആക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ തിങ്ക് ചെയ്യുന്നു, ഇതിനെല്ലാം ഓവറോൾ പറയുന്നതാണ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. സോ ക്യാരക്ടർ എന്ന് പറയുമ്പം പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ഹാവ് ബീൻ ജഡ്ജർ ഓർ ഇവാലുവേറ്റഡ്. സോ അതിൽ ക്യാരക്ടർ, ഒരു വ്യക്തിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേഴ്സണൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് നമ്മൾ ജഡ്ജ് ചെയ്ത് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ അതിലെ ക്യാരക്ടർ എന്ന് പറയുന്നത്. സോ ടെമ്പറമെൻ്റ് എന്ന് പറയുമ്പോൾ ഹെറിഡിറ്ററി ആസ്പെക്ട്സ് ഓഫ് പേഴ്സണാലിറ്റിയാണ്, ഇൻക്ലൂഡിങ് സെൻസിറ്റിവിറ്റി, മൂഡ്സ്, ഇറിറ്റബിലിറ്റി ആൻഡ് ഡിസ്ട്രാക്റ്റബിലിറ്റി. സോ ഇതിനെല്ലാം നമ്മൾ ടെമ്പറമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. നമ്മൾ ഹെറിഡിറ്ററി പേഴ്സണാലിറ്റിയുള്ള ഹെറിഡിറ്ററി ആസ്പെക്ട്സുകൾ, സോ നമ്മുടെ ബിഹേവിയർ, സോ അതിൽ സെൻസിറ്റിവിറ്റി ഉണ്ടാകും, മൂഡ്സ്, ഇറിറ്റബിലിറ്റീസ്, ഡിസ്ട്രാക്റ്റബിലിറ്റി, സോ ഇതെല്ലാം ടെമ്പർമെൻറ്റ്സ് ആയിട്ട് പറയാം. ഇനി പേഴ്സണാലിറ്റി ട്രേറ്റ് എന്ന് പറയുമ്പം സ്റ്റേബിൾ ക്വാളിറ്റീസ് ദാറ്റ് എ പേഴ്സൺ ഷോസ് ഇൻ മോസ്റ്റ് സിറ്റുവേഷൻ. സോ പേഴ്സണാലിറ്റി ട്രേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ക്വാളിറ്റീസാണ്. സോ അത് ഏറ്റവും ഒരു പേഴ്സൺ എപ്പോഴും മേജർ സിറ്റുവേഷൻസിൽ പുറമേ കാണിക്കുന്ന ആ ഒരു ക്വാളിറ്റിയാണ് ട്രേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഒരു സിറ്റുവേഷൻ, പല സിറ്റുവേഷൻസിലും അദ്ദേഹം ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്താണോ അതിനെ നമ്മൾ ട്രേറ്റ് എന്ന് പറയും. പല സിറ്റുവേഷൻസ്, സോ ഒരു സ്കൂളിലാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിൽ അദ്ദേഹം ഒരു ക്വാളിറ്റി സ്ഥിരം കാണിക്കാറുണ്ട്. സോ ആ ഒരു ക്വാളിറ്റിയെ നമ്മൾ എന്ത് പറയും, ട്രേറ്റ്, അദ്ദേഹത്തിൻ്റെ ട്രേറ്റ് ആണെന്ന് പറയാം. സോ അതുമായിട്ട് ഈ ട്രേറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമുക്കിനി ആൽപോർട്ടിൻ്റെയും കാറ്റലിൻ്റെയും 2 ട്രേറ്റ് തിയറീസ് ഡിസ്കസ് ചെയ്യാനുള്ളത്. Personality traits are enduring patterns of perceiving, relating to, and thinking about the environment and oneself that are exhibited in a wide range of social and personal contexts. A trait is what we call a characteristic way in which an individual perceive, feel, believes or act. So ഒരു ട്രേറ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തി, ഒരു ഇൻഡിവിജ്വൽ എങ്ങനെ ഒരു കാര്യം വീക്ഷിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം, അല്ലെങ്കിൽ എങ്ങനെ ആക്ട് ചെയ്യുന്നു. സോ ഇതിനെല്ലാം എന്ത് പറയാം, ഏത് രീതിയിലാണ് ഇതിനെയൊക്കെ കാണുന്നത്, ആ ഒരു രീതിയെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ട്രേറ്റ് ആണ് എന്ന് പറയാം. ട്രേറ്റ്സ് ആർ റിലേറ്റീവ്ലി സ്റ്റേബിൾ ഓവർ ടൈം. സോ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നല്ലേ, പല സിറ്റുവേഷൻസിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ആ ക്വാളിറ്റീസിനെ നമുക്ക് ട്രേറ്റ് ആണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ട്രേറ്റ്സ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി സ്റ്റേബിൾ ആണ്. ഇനി ട്രേറ്റ് ഡിഫർ എമംഗ് ഇൻഡിവിജ്വൽസ്, ഒരു വ്യക്തിയുടെ ട്രേറ്റ് ആയിരിക്കത്തില്ല മറ്റു വ്യക്തിക്ക്. സോ അതിൽ ഡിഫറൻസ് വരാം. ട്രേറ്റ്സ് ആർ ഓൾസോ ബൈപോളാർ. സോ ബൈപോളാർ ആയിരിക്കാം. ട്രേറ്റ് ഇൻഫ്ലുവൻസ് ബിഹേവിയർ. സോ ഈ ട്രേറ്റ്സ് നമ്മളെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഇനി ട്രേറ്റ് തിയറീസിൽ നമുക്ക് പഠിക്കാനുള്ള ആൽപോർട്ടിൻ്റെ തിയറിയാണ്. ആൽപോർട്ടിൻ്റെ തിയറിയെ 3 ട്രേറ്റ് തിയറി എന്ന് പറയും. ഇൻ 1936 സൈക്കോളജിസ്റ്റ് ഗോർഡൻ ആൽപോർട്ട് ഫൗണ്ട് ദാറ്റ് one English language dictionary alone contained more than 4,000 words describing different personality trait. He categorized these traits into 3 levels. സോ ഈ ഒരു ഇംഗ്ലീഷ് ഡിക്ഷണറി എടുത്ത് നോക്കിയപ്പോൾ അദ്ദേഹം പേഴ്സണാലിറ്റി ട്രേറ്റ്സിനെ കുറിച്ച് നോക്കിയപ്പോൾ ഒരു 40,000 കൂടുതൽ പേഴ്സണാലിറ്റിയെക്കുറിച്ച് ട്രേറ്റിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നു. സോ ഇതിനെയെല്ലാം അദ്ദേഹം 3 തലങ്ങളായിട്ട് തിരിച്ചു. ട്രേറ്റ്സിനെ 3 തലങ്ങളായിട്ട് തിരിച്ചു. സോ അതാണ് കാർഡിനൽ ട്രേറ്റ്സ്, സെൻട്രൽ ട്രേറ്റ്സ് ആൻഡ് സെക്കൻഡറി ട്രേറ്റ്സ്. സോ ആൽപോർട്ടിൻ്റെ ഒരു ട്രേറ്റ് തിയറിയെക്കുറിച്ച് 3 ട്രേറ്റ് തിയറിയുടെ ക്ലാസിഫിക്കേഷനിൽ ഒന്നാണ് കാർഡിനൽ ട്രേറ്റ്സ് എന്നും സെൻട്രൽ ട്രേറ്റ്സ് എന്നും സെക്കൻഡറി ട്രേറ്റ്സ് എന്നും ക്ലാസിഫിക്കേഷൻ. സോ അപ്പോൾ ആരാണ് ഈ ട്രേറ്റിൻ്റെ ബേസിസിൽ കാർഡിനൽ അല്ലെങ്കിൽ സെൻട്രൽ ട്രേറ്റ് അല്ലെങ്കിൽ സെക്കൻഡറി ട്രേറ്റ്സ് എന്ന് ക്ലാസിഫൈ ചെയ്ത് ചോദിച്ചാൽ അത് ആൽപോർട്ടാണ്. സോ അങ്ങനെ ചോദിക്കാം. അതല്ലെങ്കിൽ ഓരോ ട്രേറ്റ്സിൻ്റെ ഓരോ ഡെഫിനിഷൻസ് ആയിട്ട് ചോദിക്കാം. സോ ഇപ്പോൾ കാർഡിനൽ ട്രേറ്റ് എന്ന് പറയുന്നത് ട്രേറ്റ് ദാറ്റ് ഡോമിനേറ്റ് ആൻ ഇൻഡിവിജ്വൽസ് ഹോൾ ലൈഫ് ഓഫൺ ടു ദ പോയിന്റ് ദാറ്റ് ദ പേഴ്സൺ ബിക്കംസ് നോൺ സ്പെസിഫിക്കലി ഫോർ ദിസ് ട്രേറ്റ്. ഫ്രൂയിഡൻ
Machiavellian, narcissism, Don Juan's Christ-like. So dominant traits of a personality. So കാർഡിനൽ ട്രെയ്റ്റ് എന്ന് പറയുമ്പോഴത്തേ ഒരു വ്യക്തിയിൽ ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ട്രെയ്റ്റിനെയാണ്, ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റിയിൽ എന്താണോ ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ട്രെയ്റ്റിനെയാണ് നമ്മൾ കാർഡിനൽ ട്രെയ്റ്റ് എന്ന് പറയുന്നത്. ദേ ആർ ദ മാസ്റ്റർ കൺട്രോൾ ഓഫ് വൺസ് പേഴ്സണാലിറ്റി. സോ ഈ കാർഡിനൽ ട്രെയ്റ്റ്സ് ആണ് ഈ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ കൺട്രോൾ ചെയ്യുന്നത്. മാസ്റ്റർ കൺട്രോൾ എന്ന് പറയുന്നത് ഈ ഒരു കാർഡിനൽ ട്രെയ്റ്റ് ആണ്. സോ ഒരു വ്യക്തിയിൽ അപ്പോൾ ഏറ്റവും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ആ വ്യക്തിയെ ആ പേഴ്സണാലിറ്റിയെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു മാസ്റ്റർ കൺട്രോളറിനെയാണ് നമ്മൾ കാർഡിനൽ ട്രെയ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മദർ തെരേസ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്? ചാരിറ്റി, അല്ലെങ്കിൽ മറ്റുള്ളവരോട് കരുണയുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ പീസ്, സമാധാനം ഓർമ്മ വരും അല്ലേ. സോ അതാണ് അവരുടെ ആ ഒരു മദർ തെരേസയുടെ അവിടുത്തെ കാർഡിനൽ ട്രെയ്റ്റ് എന്ന് പറയുന്നത്. സോ അത് അവർ ഡോമിനേറ്റഡ് ആയിട്ടുള്ള എന്താണ്? എല്ലാവരോടും സഹജീവികളോട് സ്നേഹം, അല്ലെങ്കിൽ ഒരു പീസ് കമ്പൈൻ ചെയ്യും. സോ അതിപ്പം അതിന് നമ്മൾ പറയാം ഒരു വ്യക്തിയിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. സോ മമ്മൂട്ടി നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഒരു നല്ലൊരു നടൻ എന്ന നിലയ്ക്ക്. സോ അവിടെ എന്താണ്? ആക്ടിങ് ആണ് അദ്ദേഹത്തിന് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ കാർഡിനൽ ട്രെയ്റ്റ് എന്ന് പറയുന്നത്. സോ അതുപോലെ നാർസിസ്റ്റ് എന്ന് നമ്മളൊരു ഗ്രൂപ്പിനെ പറയണ്ടല്ലേ, അല്ലെങ്കിൽ നാർസിസ്റ്റ് സ്വഭാവം എന്ന് പറയും. അതായത് സെൽഫ് ലവ്, മറ്റുള്ളവരോടൊന്നും സ്നേഹമില്ല, നമ്മളോട് മാത്രമാണ്, സ്വന്തമായിട്ട് മാത്രം സ്നേഹമുള്ള വ്യക്തികളെ നാർസിസ്റ്റ് എന്ന് പറയും. സോ അപ്പം ഒരു വ്യക്തിയിൽ അങ്ങനത്തെ ക്യാരക്ടറിസ്റ്റിക് നാർസിസ്റ്റ് ആണ് എങ്കിൽ അങ്ങനെ പറയാം. സോ അപ്പോൾ എന്താണോ ഒരു വ്യക്തിയിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ പുറമേ നിന്ന് നോക്കുമ്പോൾ അദ്ദേഹം ഒരു നാർസിസ്റ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഡോമിനൻറ്റ്, പുറമേ നിന്നും പറയാൻ പറ്റുന്ന ക്യാരക്ടർ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഡോമിനേറ്റ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കാർഡിനൽ ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്. ദേ ആർ അറ്റ് ദ വെരി കോർ ഓഫ് ദ പേഴ്സണാലിറ്റി. സോ നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഏറ്റവും കോർ എന്ന് പറയുന്നത് കാർഡിനൽ ട്രെയ്റ്റ്സ് ആണ്. ദിസ് ട്രെയ്റ്റ് ഈസ് വെരി റെയർ. വെരി ഫ്യൂ പീപ്പിൾ ഹാവ് പേഴ്സണാലിറ്റി ഡോമിനേറ്റഡ് ബൈ കാർഡിനൽ ട്രെയ്റ്റ്സ്. സോ ഈ ട്രെയ്റ്റ് എന്താണ്? റെയറായിട്ട് കാണപ്പെടുന്നതാണ്. കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു കാർഡിനൽ ട്രെയ്റ്റ് ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് കാണാറുള്ളൂ. മെജോറിറ്റി ഓഫ് പീപ്പിൾ ഹാവ് മൾട്ടിപ്പിൾ ട്രെയ്റ്റ്സ് ആണ് ഈ പലരിലും കാണപ്പെടുന്നത്. ഇനി ഒരു ട്രെയ്റ്റ് മാത്രം മുൻപിൽ നിൽക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. മമ്മൂട്ടി ഒരേ സമയം എന്താണ്? ഒരു ആക്ടറുമാണ്, ഒരു വക്കീലുമാണ്. സോ അപ്പോൾ അവിടെ മൾട്ടിപ്പിൾ ട്രെയ്റ്റ്സ് അവിടെ പറയുന്നുണ്ട്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ, അടുത്ത തലമാണ് സെൻട്രൽ ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്. ദിസ് ആർ ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഫോം ദ ബേസിക് ഫൗണ്ടേഷൻ ഓഫ് പേഴ്സണാലിറ്റി. Terms such as intelligent, honest, shy and anxious are considered central traits. സോ ഇവിടെ സെൻട്രൽ കാർഡിനൽ ട്രെയ്റ്റ്സ് അവർ എങ്ങനെയാണോ നിന്ന്, അല്ലെങ്കിൽ ഏറ്റവും ഡോമിനേറ്റഡ് ആയിട്ടുള്ള കാര്യം. സോ മദർ തെരേസ പറയുമ്പോൾ നമുക്ക് കുറേ സോഷ്യൽ സർവീസറാണ്, അല്ലെങ്കിൽ സോഷ്യൽ സർവീസ് ചെയ്ത് ചാരിറ്റബിൾ വർക്ക് ചെയ്യുന്നതാണ്. പക്ഷേ സെൻട്രൽ ട്രെയ്റ്റ് വരുമ്പോഴത്തേക്ക് ഇത് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സോ അവരുടെ പേഴ്സണാലിറ്റിയുടെ ബേസിക് ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പം എന്താണ് മദർ തെരേസയുടെ അപ്പം ബേസിക് ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത് പീസ് ആയിരിക്കും അല്ലേ. സോ അല്ലെങ്കിൽ ഹോണസ്റ്റ് ആയിരിക്കും, സത്യസന്ധയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം ഇൻ്റലിജൻസ് കൂടുതലുള്ളവരായിരിക്കും. സോ ഇങ്ങനെ പറയുന്നതിനാണ് ഒരു സെൻട്രൽ ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്. ജനറൽ ക്യാരക്ടറിസ്, ഒരു പേഴ്സണാലിറ്റിയുടെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സിനെ പറയുന്നതാണ് സെൻട്രൽ ട്രെയ്റ്റ്സ് എന്ന്. സോ സെക്കൻഡ് ഇൻ ഹൈറാർക്കി ഇൻ ആൽപോർട്ട് തിയറിയിൽ വരുന്നതാണ്, ആൽപോർട്ട് തിയറിയിലെ സെക്കൻഡ് ഹൈറാർക്കിയിൽ വരുന്നതാണ് സെൻട്രൽ ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്. എവറി പേഴ്സൺ പൊസസസ് 5 to 10 സെൻട്രൽ ട്രെയ്റ്റ്സ് ഇൻ വേരിയിങ് ഡിഗ്രി. സോ എല്ലാ വ്യക്തികളിലും ഈ സെൻട്രൽ ട്രെയ്റ്റ്സ് എന്ന് കാണും. ഓരോ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് കാണുമല്ലേ. ചിലർ ഇൻ്റലിജൻസ് ആകും, ചിലപ്പോൾ ഷൈ ആകും, ചിലപ്പം ചിലർ ഇൻ്റലിജൻസ് കുറവുള്ളവരായിരിക്കും, ലോ ഇൻ്റലിജൻ്റ് ആയിരിക്കും, പക്ഷെ അവർ ആക്റ്റീവ് ആയിരിക്കും. സോ അങ്ങനെ പല ക്യാരക്ടറിസ്റ്റിക്സ് വരാം, അത് വേരി ചെയ്ത് വരാം. ഇനി ഒരേപോലെ തന്നെ ഈ ട്രെയ്റ്റ്സുകൾ 5 or 10 അതിൽ കൂടുതൽ ട്രെയ്റ്റ്സ് വേരി ചെയ്ത് വ്യക്തികളിൽ വരാം. ഇനി ദേ ആർ കോൾഡ് ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പേഴ്സണാലിറ്റി. സോ ഈ സെൻട്രൽ ട്രെയ്റ്റ്സിനെയാണ് നമ്മളൊരു പേഴ്സണാലിറ്റിയുടെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് അറിയപ്പെടുന്നത്. സോ സെൻട്രൽ ട്രെയ്റ്റ്സിനെയാണ് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് അറിയപ്പെടുന്നത്. ഇനി പീപ്പിൾ അറൗണ്ട് ദം ക്യാൻ ഈസിലി നോട്ടീസ് ദിസ് ട്രെയ്റ്റ് ഇൻ ആൻ ഇൻഡിവിജ്വൽ. സോ നമുക്ക് ചുറ്റുപാടുമുള്ള ആൾക്കാർക്ക് നമ്മുടെ ഈ ട്രെയ്റ്റ് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചറിയാൻ സാധിക്കുന്നതായിരിക്കും സെൻട്രൽ ട്രെയ്റ്റ്. സോ രാജു ഒരു സത്യസന്ധനാണ്. സോ പുറമേ നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് അവനൊരു സത്യസന്ധനായിട്ട് തോന്നും. പുറമേ നിന്ന് വീക്ഷിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈസിലി നോട്ടീസബിൾ ആയിട്ടുള്ള ട്രെയ്റ്റാണ് സെൻട്രൽ ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഡിഫൈൻസ് ആൻ ഇൻഡിവിജ്വൽസ് പേഴ്സണാലിറ്റി. സോ ഇത് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ ഡിഫൈൻ
ഉപയോഗിക്കുന്നതാണ് സെൻട്രൽ ട്രൈറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ വേർഡ്സ് ലൈക്ക് സ്മാർട്ട്, ഇൻ്റലിജൻറ്റ്, ലോയൽ, അഗ്രസീവ്. സോ ഇതാണ് സെൻട്രൽ ട്രൈറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്കൻഡറി ട്രൈറ്റ്സ് ആണ്. മൂന്നാമത്തെ തലത്തിൽ വരുന്നതാണ് സെക്കൻഡറി ട്രൈറ്റ്സ് എന്ന് പറയുന്നത്. ദിസ് ആർ ദ ട്രൈറ്റ് ദാറ്റ് ആർ സംടൈംസ് റിലേറ്റഡ് ടു ആറ്റിറ്റ്യൂഡ്സ് ഓർ പ്രിഫറൻസസ് ആൻഡ് often appear only in certain situation or under specific circumstances. Some examples would be getting anxious when speaking to a group or impatient while waiting in line. സെക്കൻഡറി ട്രേറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മെയിനായിട്ട് നമ്മൾ പറഞ്ഞ സെൻട്രൽ ട്രേറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മെജോറിറ്റി അല്ലെങ്കിൽ സെൻട്രൽ ട്രേറ്റ്സുകൾ ചേരുന്നതാണ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി. ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് സെൻട്രൽ ട്രേറ്റ്സ് ചേരുന്നതാണ്. പക്ഷേ സെക്കൻഡറി വരുമ്പോഴത്തേക്ക് ഇവിടെ എന്താണ്, സിറ്റുവേഷൻ അല്ലെങ്കിൽ സർക്കംഷനാണ്. എപ്പോഴും വരത്തില്ല. അത് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആ സമയത്തെ ആറ്റിറ്റ്യൂഡിനനുസരിച്ച് ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ പെരുമാറും. എപ്പോഴും നമുക്ക് ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് സംസാരിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളായിരിക്കും. പക്ഷേ ഒരു വേറൊരു ഗ്രൂപ്പിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് അല്ലെങ്കിൽ നമുക്കറിയാത്തൊരു ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിൽ ചെന്നപ്പം അവിടെ എന്ത് ചെയ്യും, ഭയങ്കര ഷൈ ആയിട്ട് അല്ലെങ്കിൽ ആൻഷ്യസ് ആവുന്നു, അവരോട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്. അത് ഈ വ്യക്തിയിൽ എപ്പോഴുമില്ല, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു സർക്കംസ്റ്റൻസിൽ മാത്രം കാണിക്കപ്പെട്ട ഒരു ട്രെയ്റ്റാണ് അത്. സോ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സെക്കൻഡറി ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്. ദിസ് ട്രെയ്റ്റ്സ് ആർ ലെസ് ജനറലൈസ്ഡ്, ലെസ് കൺസിസ്റ്റൻറ്റ് ആൻഡ് ലെസ് റിലവൻറ്റ്. സോ ഇത് എപ്പോഴും നമുക്കിതിനെ ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഒരു സിറ്റുവേഷനിൽ ഇദ്ദേഹം ഇങ്ങനെ നെർവസ് ആയി അല്ലെങ്കിൽ ആൻഷ്യസ് ആയി, അതുകൊണ്ട് അദ്ദേഹം ഷൈ ആണ് എന്ന് പറയാൻ പറ്റത്തില്ല. സെക്കൻഡറി ക്യാരക്ടറിസ്റ്റിക് ആ സിറ്റുവേഷനിൽ വന്നു പോയതാണ്. അതുകൊണ്ട് ഇതിനെ ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ എന്താണ്, സെക്കൻഡറി ട്രെയ്റ്റ്സ് കൺസിസ്റ്റൻ്റ് അല്ല, സിറ്റുവേഷൻ മാറുന്നതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ ട്രെയ്റ്റ് പുറത്തോട്ട് വരാം. സോ ഇത് ലെസ് റെലവൻറ്റുമാണ്. So secondary traits they are responsible for behavior that are incongruent to an individual's usual behaviors. Incongruent എന്ന് പറയുന്നത് പൊരുത്തമില്ലാത്ത. സോ സെക്കൻഡറി ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ യൂഷ്വൽ ട്രെയ്റ്റ് അല്ലെങ്കിൽ യൂഷ്വൽ ബിഹേവിയറുമായിട്ട് ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ പൊരുത്തമില്ലാത്ത രീതിയിൽ വരുന്ന ട്രെയ്റ്റ്സുകളെയാണ് സെക്കൻഡറി ട്രെയ്റ്റ്സ്. ചില സിറ്റുവേഷൻസിൽ മാത്രം പുറത്തെടുക്കുന്ന ട്രെയ്റ്റുകളെയാണ് സെക്കൻഡറി ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ട്രെയ്റ്റ് തിയറിയാണ് റെയ്മണ്ട് ബെർണാഡ് കാറ്റൽസിൻ്റെ ട്രെയ്റ്റ് തിയറിയാണ്. സോ അതിൽ ബിഗ് 5 പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ട്രെയ്റ്റ്സുകളെ 5 പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ആയിട്ടും അതുപോലെ 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ഉണ്ടെന്ന് 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ഉണ്ടെന്ന് ട്രെയ്റ്റുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ അതുപോലെ തന്നെ 4 ടൈപ്സ് ഓഫ് ട്രെയ്റ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ സോഴ്സ്, സർഫേസ് ട്രെയ്റ്റ്, യുണീക്ക് ട്രെയ്റ്റ് അല്ലെങ്കിൽ കോമൺ ട്രെയ്റ്റ്സ്. സോ ഇങ്ങനെയും ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളതാണ് കാറ്റൽസിൻ്റെ ട്രെയ്റ്റ് തിയറീസ് പ്രകാരം. സോ ഇദ്ദേഹത്തിൻ്റെ ബിഗ് 5 പേഴ്സണൽ ട്രെയ്റ്റ്സിൽ പറയുന്ന 5 ട്രെയ്റ്റുകളാണ് ഓപ്പൺനെസ് എന്ന് പറയുന്നത് തുറന്നു പറച്ചിൽ. സോ കോൺഷ്യൻറ്റേസ്നെസ് എന്ന് പറയുന്നത് മനസാക്ഷി എന്നാണ്. ഇനി എക്സ്ട്രാവേർഷൻ എന്ന് പറയുന്നത് പുറംതള്ളൽ. എഗ്രിയബിൾനെസ് എന്ന് പറയുന്നത് സമ്മതം. ന്യൂറോട്ടിസിസം എന്ന് പറയുന്നത് നാഡീവ്യൂഹവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അതിൽ തകരാറിലുണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് ന്യൂറോട്ടിസിസം എന്ന് പറയുന്നത്. സോ അപ്പോൾ ഓരോന്നിനെ കുറിച്ച് പറയാം. ഓപ്പൺനെസ് എന്ന് പറയും ഇമാജിനേഷൻ ആൻഡ് ഇൻസൈറ്റ് കൂടുതൽ, അല്ലെങ്കിൽ ഓപ്പൺനെസ് ട്രെയ്റ്റ് ഉള്ളവരെന്ന് പറയുന്നത് ഇമാജിനേഷൻ അല്ലെങ്കിൽ ചിന്തിക്കാൻ അല്ലെങ്കിൽ ഇൻസൈറ്റ്ഫുൾ ഉൾക്കാഴ്ച ഉള്ള വ്യക്തികളായിരിക്കും ഓപ്പൺനെസ് ട്രെയ്റ്റ്സ് ഉള്ളവർ. സോ ഇത് ഓപ്പൺനെസ് കൂടി നിൽക്കുന്നവരാണെങ്കിൽ ഹൈയും ലോയും കാറ്റഗറീസ് ഉണ്ട്. ഹൈ ആയിട്ടുള്ളവരാണെങ്കിൽ ഇവർ ക്രിയേറ്റീവ് ആയിട്ടുള്ള ട്രെയ്റ്റ്സ് ഉള്ള വ്യക്തികളായിരിക്കും. ഓപ്പൺ ടു ട്രൈ ന്യൂ തിങ്സ്, പുതിയ കാര്യങ്ങൾ അറിയാനും അതിനെക്കുറിച്ച് തിരക്കാനുമുള്ള ക്യൂരിയോസിറ്റി ഉള്ള ആൾക്കാരായിരിക്കും ഓപ്പൺനെസ് ഉള്ള ആൾക്കാർ. ഫോക്കസ്ഡ് ഓൺ ടാക്ലിംഗ് ന്യൂ ചലഞ്ചസ്, പുതിയ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന ചലഞ്ചുകൾ അത് സോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ ആയിരിക്കും ഓപ്പൺനെസ് ട്രെയ്റ്റ്സ് ഉള്ളവരെന്ന് പറയുന്നത്. ഹാപ്പി ടു തിങ്ക് അബൌട്ട് അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റ്, അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അവർ നല്ല രീതിയിൽ സന്തോഷത്തോടെ ആയിരിക്കും. അവർക്ക് അറിയാത്തൊരു കാര്യമായിരിക്കും അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ ഒന്നും അറിയത്തില്ല അതിനെപ്പറ്റി, എന്നാൽ പോലും അവർ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാരായിരിക്കും ഈ ഒരു ഓപ്പൺനെസ് ട്രെയ്റ്റ് കൂടുതലുള്ള ആൾക്കാർ. ഇനി അത് കുറവുള്ള ആൾക്കാരാണെങ്കിൽ ഡിസ്ലൈക്ക് ചേഞ്ചസ്, അവർക്ക് ചേഞ്ചസ് ഒന്നും ഇഷ്ടം എപ്പോഴും ഒരേപോലെ പോണ ആൾക്കാരായിരിക്കും. ഡസ് നോട്ട് എൻജോയ് ന്യൂ തിങ്സ്, പുതിയ കാര്യങ്ങളൊന്നും
കാര്യങ്ങളൊന്നും അവർ എൻജോയ് ചെയ്യത്തില്ല. റെസിസ്റ്റ് ന്യൂ ഐഡിയാസ്, പുതിയ ഐഡിയാസിനൊക്കെ അവർ ന്യൂ ഐഡിയാസ് ഒന്നും അവർ ആക്സെപ്റ്റ് ചെയ്യത്തില്ല, അതിനെയൊക്കെ തടസ്സപ്പെടുത്തും. എല്ലാം നോർമലി എങ്ങനെയാണോ പോകണം അതുപോലെ തന്നെ പോകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. ഓപ്പൺനെസ് കുറവുള്ളവർ. നോട്ട് വെരി ഇമാജിനേറ്റീവ്, ഭയങ്കരമായിട്ട് ഇമാജിനേറ്റീവ് അല്ലെങ്കിൽ കപ്പാസിറ്റി അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ഉള്ളവരായിരിക്കില്ല ഈ ഓപ്പൺനെസ് കുറവുള്ള ആൾക്കാർ. നെക്സ്റ്റ് ഈസ് കോൺസെൻട്രേഷൻസ്, തോട്ട്ഫുൾനെസ്. ഇവർ തോട്ട്ഫുൾനെസ് ആയിരിക്കും, ചിന്തിക്കാനുള്ള കഴിവുള്ളവരായിരിക്കും. സോ മനസ്സാക്ഷിയുള്ളവരെന്ന് പറയല്ലേ, അവർ ചിന്തിക്കാൻ കഴിവുള്ളവരായിരിക്കും. ഗുഡ് ഇമ്പൾസ് കൺട്രോൾ ആയിരിക്കും, അവർക്ക് ഇമ്പൾസീവായിട്ട് കിട്ടിയാൽ അവർ കൺട്രോൾ ചെയ്യും, നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യും. അതുപോലെ ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ ആയിരിക്കും. സോ ഈ ട്രെയിറ്റ് ഉള്ളവരിൽ കൂടുതലുള്ളത് സ്പെൻഡ് ടൈം പ്രിപ്പയറിങ്. സോ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന മനസ്സാക്ഷിയുള്ള ആൾക്കാർ. ഫിനിഷസ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് റൈറ്റ് അവേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചേർക്കാൻ നോക്കും. പേ അറ്റൻഷൻ ടു ഡീറ്റെയിൽസ്. അതെങ്ങനെ ഓരോ കാര്യത്തിൻ്റെയും ഡീറ്റെയിൽസിനെ കുറിച്ച് അവർ ചിന്തിക്കും, ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതിലവർ ശ്രദ്ധ കൊടുക്കും. എൻജോയ് ഹാവിങ് എ സെറ്റ് ഷെഡ്യൂൾസ്. സോ ഒരു ഷെഡ്യൂൾ സെറ്റ് ചെയ്ത് വെച്ച് അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നവരായിരിക്കും. കുറവുള്ളവരാണെങ്കിൽ ഫെയിൽ ടു കം നെസസറി ഓർ അസൈൻഡ് ടാസ്ക്, പ്രോക്രാസ്റ്റിനേറ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊന്നും നോക്കത്തില്ല. അവർക്ക് കൊടുത്ത ടാസ്കുകൾ പോലും അവർ ചെയ്ത് കംപ്ലീറ്റ് ആകാതെ, ഫെയിൽ ടു കംപ്ലീറ്റ് നെസസറി ഓർ അസൈൻ, അവർക്ക് കൊടുത്ത ടാസ്കുകൾ അവർ കംപ്ലീറ്റ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ടാസ്കുകൾ പോലും അവർ കംപ്ലീറ്റ് ചെയ്യാറില്ല. മേക്ക് മെസ്സസ് ആൻഡ് ഡസൻ ടേക്ക് കെയർ ഓഫ് തിങ്സ്. സോ എപ്പോഴും മെസ്സി ആയിട്ടുള്ള ആൾക്കാർ, ഒരു കാര്യങ്ങളും പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ചെയ്യത്തില്ല, മറ്റുള്ളവരെ കുറിച്ച് തിങ്ക് ചെയ്യത്തില്ല. ഡിസ്ലൈക്ക് സ്ട്രക്ചർ ആൻഡ് ഷെഡ്യൂൾസ്. ഒരു കാര്യങ്ങൾക്കും സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾ പരമായിട്ട് എങ്ങനെ രീതിയിൽ ചെയ്യണമെന്ന് ഇഷ്ടപ്പെടാത്തവരായിരിക്കും ഈ ഒരു കാറ്റഗറിയിലുള്ളത്. ഇനി എക്സ്ട്രാവേർഷൻ. സോ അവർ ഇങ്ങനെയുള്ള വ്യക്തികളെന്ന് പറയുമ്പോൾ എക്സൈറ്റബിലിറ്റി ഉണ്ടായിരിക്കും, സോഷ്യബിലിറ്റി ഉണ്ടായിരിക്കും. സോ എക്സ്ട്രാവേർഷൻ പുറത്തോട്ട് എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ പുറം തള്ളി നിൽക്കുന്ന ആൾക്കാരാണ്. എക്സൈറ്റബിൾ ആയിരിക്കും, അവർ മറ്റുള്ളവരുമായിട്ട് ഇടപഴകാൻ ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും. ടോക്കറ്റീവ്നെസ് ആയിരിക്കും, അസർട്ടീവ്നെസ് ആയിരിക്കും. തിങ്ക് ഹൈ എമൗണ്ട് ഓഫ് ഇമോഷണൽ എക്സ്പ്രസീവ്നെസ്. ഇമോഷൻസൊക്കെ അവർ എക്സ്പ്രഷനിലൂടെ പറയും. സന്തോഷമാണെങ്കിൽ അത് വാക്കിലൂടെ അവർ പറയും. സോ അങ്ങനെയുള്ളവരാണ് എക്സ്ട്രാവേർഷനിൽ വരുന്നത്. എല്ലാ കാര്യവും അവർ ഓപ്പണായിട്ട് പുറത്തോട്ട് പറയും, അല്ലെങ്കിൽ പുറമേ നിൽക്കുന്നവർക്ക് അത് പെട്ടെന്ന് കണ്ടാൽ അവരുടെ ട്രെയിറ്റ് തിരിച്ചറിയാൻ പറ്റും. സോ ഇവർ എക്സ്ട്രാവേർഷൻ ഹൈ ഉള്ളവരാണെങ്കിൽ എൻജോയ് ബീയിങ് ദ സെൻറ്റർ ഓഫ് അറ്റൻഷൻ. സോ ഇവർക്ക് എപ്പോഴും അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നവരായിരിക്കും. അവരെപ്പോഴും അറ്റൻഷൻ്റെ സെൻറ്ററിൽ തന്നെ കാണും. അങ്ങനെ ആ ഒരു എന്ത് കാര്യത്തിൻ്റെയും ചുക്കാൻ പിടിക്കുക എന്ന് നമ്മൾ പറയത്തില്ലേ, സോ അങ്ങനെ നിൽക്കുന്നതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. എൻജോയ് മീറ്റിംഗ് ന്യൂ പീപ്പിൾ. പുതിയ ആൾക്കാർ മീറ്റ് ചെയ്ത് അവരുമായിട്ട് ഇടപഴകാൻ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും. ലൈക്ക് ടു സ്റ്റാർട്ട് കോൺവെർസേഷൻ. സോ ഒരു ഇതിൽ ഏർപ്പെടാൻ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. ഫൈൻഡ് ഇറ്റ് ഈസി ടു മേക്ക് ഫ്രണ്ട്സ്. സോ ഫ്രണ്ട്സ് ഡെവലപ്പ് ചെയ്യുക, പുതിയ ഫ്രണ്ട്സിനെ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ മിടുക്കരായിരിക്കും ഇവർ. ഹാസ് എ വൈഡ് സോഷ്യൽ സർക്കിൾ ഓഫ് ഫ്രണ്ട്സ്. ഒരുപാട് ഫ്രണ്ട്സുള്ള ഒരു വൈഡ് സോഷ്യൽ സർക്കിളുള്ള ആൾക്കാരായിരിക്കും എക്സ്ട്രാവേർഷനുള്ള ആൾക്കാർ. ഇനി ഡിസ്ലൈക്ക് ബീയിങ് ദ സെൻറ്റർ ഓഫ് അറ്റൻഷൻ. സോ എക്സ്ട്രാവേർഷൻ കുറവാണെങ്കിൽ ഇവർക്ക് അറ്റൻഷൻ ഒന്നും വേണ്ട, അവരുണ്ടെന്ന് പോലും അവർ അറിയരുത്, ഒളിഞ്ഞിരിക്കുന്ന ഒരു രീതിയിലുള്ളതായിരിക്കും. ഫീൽ എക്സോസ്റ്റഡ് വെൻ ഹാവിങ് ടു സോഷ്യലൈസ് എ ലോട്ട്. സോ ഒരുപാട് സോഷ്യലൈസ് അല്ലെങ്കിൽ ഇടപഴകുന്ന ഒരു സാഹചര്യം വന്നാൽ അവർക്ക് ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആയിട്ട് തോന്നും, അവർക്ക് ഇഷ്ടപ്പെടില്ല. ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു സ്റ്റാർട്ട് എ കോൺവെർസേഷൻ. സോ ഒരാളെ കണ്ടാൽ അവർക്ക് മിണ്ടാനോ അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കാനോ ഉള്ളൊരു ഇൻട്രസ്റ്റ് കാണില്ല. ഡിസ്ലൈക്ക് മേക്കിംഗ് സ്മോൾ ടോക്ക്. സോ അവർ ചെറിയ സംസാരത്തിൽ മാത്രമേ ഇഷ്ടപ്പെടുത്തുള്ളൂ, ഫ്രണ്ട്സിനെ ഒന്നും ഉണ്ടാക്കാൻ അവർ ഇഷ്ടപ്പെടില്ല. കെയർഫുള്ളി തിങ്ക് ത്രൂ ബിഫോർ സ്പീക്കിംഗ്. അവർ സംസാരിക്കുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചേ അവർ സംസാരിക്കാറുള്ളൂ. സോ അതാണ് എക്സ്ട്രാവേർഷൻ. ഇനി എഗ്രിയബിൾനെസ്, അത് സമ്മതം, ട്രസ്റ്റ്, ആൾട്രൂയിസം, കൈൻഡ്നസ്, അഫെക്ഷൻ. സോ ആൾട്രൂയിസം എന്ന് പറയുമ്പോഴത്തേക്ക് അത് പരോപകാരികളെന്ന് പറയും. സോ പരോപകാരം ചെയ്യാൻ, അല്ലെങ്കിൽ കൈൻഡ്നെസ്, മറ്റുള്ളൊരു കരുണ കാണിക്കാൻ, അഫെക്ഷൻ, സ്നേഹം കാണിക്കാൻ. സോ ഇങ്ങനെയുള്ളവരായിരിക്കും എഗ്രിയബിൾനെസ് വരുന്നത്. ഹാസ് എ ഗ്രേറ്റ് എഗ്രിയബിൾനെസ് ഹൈ ഉള്ള ആൾക്കാരുടെ ക്യാരക്ടറിസ്റ്റിക്സ്. ഹാസ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ അതർ പീപ്പിൾ. മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ ഇടപഴകാൻ ഇഷ്ടമുള്ളവർ. കെയർസ് അബൌട്ട് അതേഴ്സ്, മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കും. ഫീൽ എംപതി ആൻഡ് കൺസേൺ ഫോർ അതർ പീപ്പിൾ. സോ എംപതി, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ച് അവരെ കുറിച്ച് ഫീൽ ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ എംപതി ഉള്ള വ്യക്തികളായിരിക്കും. എൻജോയ് ഹെൽപ്പിംഗ് ആൻഡ് കോൺട്രിബ്യൂട്ടിംഗ് ടു
ദ ഹാപ്പിനെസ് ഓഫ് അതർ പീപ്പിൾ, മറ്റുള്ളവർക്ക് സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന ആൾക്കാർ. സോ അതാണ് എഗ്രിയബിൾനെസ് ഹൈ ആയിട്ടുള്ള ആൾക്കാർ. ടേക്ക് ലിറ്റിൽ ഇൻട്രസ്റ്റ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ആൻഡ് ഡസൻ കെയർ അബൌട്ട് ഹൗ അതർ പീപ്പിൾ ഫീൽ, സോ മറ്റുള്ളവർക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നതൊന്നും നോക്കാതെ സംസാരിക്കുന്ന ആൾക്കാർ. സോ അതാണ് എഗ്രിയബിൾനെസ് കുറവുള്ള ആൾക്കാർ. ഹാസ് ലിറ്റിൽ ഇൻട്രസ്റ്റ് ഇൻ അതർ പീപ്പിൾസ് പ്രോബ്ലം, സോ മറ്റുള്ളവരുടെ പ്രോബ്ലത്തിലൊന്നും ഇടപെടാനൊന്നും താല്പര്യമില്ല, കാര്യം അവർ നോക്കട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡ്. ഇൻസൾട്ട് ആൻഡ് ബി ലിറ്റിൽസ് അതേഴ്സ്, മറ്റുള്ളവരെ വിഷമിപ്പിക്കുക അതുപോലെ അവരെ ഇൻസൾട്ട് ചെയ്യാനൊക്കെ ചെയ്യുന്ന ആൾക്കാർ. മാനിപ്പുലേറ്റ്സ് അതേഴ്സ് ടു ഗെറ്റ് വാട്ട് ദേ വോണ്ട്, അവരുടെ കാര്യം നടക്കാൻ വേണ്ടി മറ്റുള്ളവരെ അവർ മാനിപ്പുലേറ്റ് ചെയ്യുക, അവർ കള്ളത്തരം പറഞ്ഞു മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ കാര്യം എങ്ങനെയെങ്കിലും അവർ നടത്തിയെടുക്കും. സോ അങ്ങനെയുള്ളവരാണ് അഗ്രിയബിൾനെസ് ലോ ആയിട്ടുള്ള വ്യക്തികൾ. സോ ന്യൂറോട്ടിസിസം വരുമ്പോഴത്തേക്ക് ഇവിടെ സാഡ്നെസ് അല്ലെങ്കിൽ ദുഃഖമുള്ള അല്ലെങ്കിൽ മൂഡി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷണലി ഇൻസ്റ്റെബിലിറ്റി ഉള്ള, ന്യൂറോട്ടിസിസം അസുഖമായിട്ട് റിലേറ്റഡ് ആണല്ലേ. സോ അങ്ങനെയുള്ള ആൾക്കാരിൽ എപ്പോഴും സാഡ്നെസ്, ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് വരുന്ന ആൾക്കാർ, ന്യൂറോട്ടിസിസിലെ വിഷമം, ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ഉള്ള ആൾക്കാരൊക്കെയാണ് ന്യൂറോട്ടിസിസിൽ വരുന്നത്. സോ ഇങ്ങനെ ന്യൂറോട്ടിസിസം ഹൈ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എക്സ്പീരിയൻസ് എ ലോട്ട് ഓഫ് സ്ട്രെസ്, ഒരുപാട് സ്ട്രെസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും. വറീസ് എബൌട്ട് മെനി ഡിഫറെൻറ്റ് തിങ്സ്, പല കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും എന്ത് ചെയ്യും, വിഷമിച്ചുകൊണ്ടേയിരിക്കും. ഗെറ്റ്സ് അപ്സെറ്റ് ഈസിലി, ചെറിയൊരു കാര്യം മതി പെട്ടെന്ന് അപ്സെറ്റ് ആവും. എക്സ്പീരിയൻസസ് ഡ്രാമാറ്റിക് ഷിഫ്റ്റ്സ് ഇൻ മൂഡ്, സോ പെട്ടെന്ന് തന്നെ അവർ മൂഡ് ഷിഫ്റ്റ് ചെയ്യും അല്ലേ, പെട്ടെന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് അടുത്ത സെക്കൻഡിൽ അവർ കരയുകയും ചെയ്യും. സോ ഫീൽ ആൻഷ്യസ്, എപ്പോഴും ഉത്കണ്ഠയുള്ള ആൾക്കാരായിരിക്കും. സ്ട്രഗിൾസ് ടു ബൗൺസ് ബാക്ക് ആഫ്റ്റർ സ്ട്രെസ്ഫുൾ ഇവൻറ്റ്സ്, സോ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഇവൻറ്റ്സിൽ അവർക്ക് പങ്കെടുക്കാൻ താല്പര്യമില്ല, പെട്ടെന്ന് അവർക്ക് എന്ത് ചെയ്യണം, തിരിച്ച് നോർമലിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതായിരിക്കും ന്യൂറോട്ടിസിസം ട്രെയ്റ്റ് കൂടുതലുള്ള വ്യക്തികൾ. സോ ന്യൂറോട്ടിസിസം കുറവുള്ളവരാണെങ്കിൽ എന്തായിരിക്കും, ഡീൽസ് വെൽ വിത്ത് സ്ട്രെസ്സ്, സോ സ്ട്രെസ്സ് വന്നാലും അവർ നല്ല രീതിയിൽ അതിനെ കോപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കും. ഡോണ്ട് വറി ടു മച്ച്, സോ ഒരുപാട് വിഷമിക്കാത്ത വ്യക്തികളായിരിക്കും ന്യൂറോട്ടിസിസം കുറവുള്ളവർ. സോ ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കും. സോ അതുപോലെ റെയർലി ഫീൽ സാഡ്സ് ഓർ ഡിപ്രസ്, സോ അവർക്ക് വിഷമങ്ങളൊക്കെ കുറവായിട്ടേ ഇടയ്ക്കിടയ്ക്ക് തോന്നാറുള്ളൂ, ഡിപ്രസ്ഡും ആവാറില്ല. സോ അങ്ങനെയുള്ളവരാണ് ന്യൂറോട്ടിസിസം കുറവുള്ള ആൾക്കാരെന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് പേഴ്സണാലിറ്റി ഫാക്ടർ തിയറിയാണ്. 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. സോ ഇത് നമുക്ക് നോക്കാൻ വലിയ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എന്താണെന്ന് മാത്രം നോക്കി വയ്ക്കുക. ഇമോഷണൽ ഈസിലി അപ്സെറ്റ് വേഴ്സസ് കാം സ്റ്റേബിൾ ആയിട്ടുള്ള വ്യക്തികൾ. ഇൻ്റലിജൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് അൺഇൻ്റലിജൻറ്റ്. സസ്പീഷ്യസ് ആണെങ്കിൽ ട്രസ്റ്റിംഗ് ആയിട്ടുള്ളവർ. റിസർവ്ഡ് ആൻഡ് ഫ്രണ്ട്ലി ആണെങ്കിൽ വേഴ്സസ് ഔട്ട് ഗോയിങ് ഫ്രണ്ട്ലി. അസേർട്ടീവ് ഡോമിനൻ്റ് ആണെങ്കിൽ നോട്ട് അസേർട്ടീവ് ഹംബിൾ. സോബർ സീരിയസ് ആണെങ്കിൽ ഹാപ്പി ഗോ ലക്കി. സോ അങ്ങനെ 16 പേഴ്സണാലിറ്റി ഫാക്ടർ ഉണ്ടെന്ന് പറഞ്ഞത് കാറ്റിലാണ്. സോ ഇനി 4 ടൈപ്സ് ഓഫ് ട്രെയ്റ്റ്സ്, 4 മേജർ ട്രെയ്റ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞത് കാറ്റിലിൻ്റെ അടുത്തൊരിതാണ്. അതിൽ കോമൺ ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത് ഫൗണ്ട് വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ജനറൽ പോപ്പുലേഷൻ, ഒരു പോപ്പുലേഷനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ വൈഡ്ലി സ്പ്രെഡ് ആയിട്ടുള്ള ട്രെയ്റ്റുകൾ നമ്മൾ കോമൺ ട്രെയ്റ്റ്സ് എന്ന് പറയും. അതായത് ഹോണസ്റ്റി അല്ലെങ്കിൽ സത്യസന്ധത അല്ലെങ്കിൽ അഗ്രഷൻ അല്ലെങ്കിൽ കോപ്പറേഷൻ ഉണ്ട്. സോ ഇതൊക്കെ ഒരു കോമൺ ആയിട്ട് ഒരു ജനറൽ പോപ്പുലേഷന് നമുക്ക് പറയാൻ പറ്റുന്നത്, ഇവിടെയുള്ള ഈ ഒരു പോപ്പുലേഷനുള്ള ആൾക്കാരെല്ലാം എന്താണ്, ഹോണസ്റ്റി ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ സഹകരണ മനോഭാവമുള്ള ആൾക്കാരാണ്. സോ അങ്ങനെ പറയുന്നതിനെയാണ് നമ്മൾ കോമൺ ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത യുണീക്ക് ഉണ്ട്. യുണീക്ക് ട്രെയ്റ്റ്സ് എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തികളിലും കാണപ്പെടുന്ന സിംഗിളായിട്ട് അല്ലെങ്കിൽ യുണീക്കായിട്ടുള്ള ട്രെയ്റ്റുകളെയാണ് യുണീക്ക് ട്രെയ്റ്റ് എന്ന് പറയുന്നത്. സോ അത് ടെമ്പറമെൻ്റൽ ട്രെയ്റ്റ്സ് ആകാം, ഇമോഷണൽ റിയാക്ഷൻസ് ആകാം. സോ അതാണ് ഓരോ വ്യക്തികളിൽ കാണപ്പെടുന്ന യുണീക്കായിട്ടുള്ള ട്രെയ്റ്റിനെയാണ് യുണീക്ക് ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്. ഇനി സർഫേസ് ട്രെയ്റ്റ്സ് ആർ വെരി ഒബ്വിയസ് ആൻഡ് ക്യാൻ ബി ഈസിലി ഐഡൻറ്റിഫൈഡ് ബൈ അതർ പീപ്പിൾ, റെക്കഗ്നൈസ്ഡ് ബൈ മാനിഫെസ്റ്റേഷൻ ഓഫ് ബിഹേവിയർ. സോ സർഫേസ് ട്രെയ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ക്യാരക്ടറിൽ പെട്ടെന്ന് ആൾക്കാർക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രകടമായിട്ടുള്ള നമ്മുടെ ബിഹേവിയറിൽ പ്രകടമായിട്ടുള്ള ട്രെയ്റ്റ്സുകളെയാണ് സർഫേസ് ട്രെയ്റ്റ്സ്. പുറത്തു നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അതിന്. സോ അങ്ങനെയുള്ള ട്രെയ്റ്റുകൾ സർഫേസ് ട്രെയ്റ്റുകൾ എന്നാണ് പറയുന്നത്. അതായത് പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു വ്യക്തിയിൽ പ്രകടമായ ട്രെയ്റ്റുകളെ സർഫേസ് ട്രെയ്റ്റ്സ് എന്ന് പറയും, പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. സോ അത് ക്യൂരിയോസിറ്റി, ഈ ഒരു വ്യക്തി ക്യൂരിയോസിറ്റി ഉള്ള ആളാണ്, അല്ലെങ്കിൽ ഡിപ്പെൻഡബിൾ ഉള്ള ആളാണ്, അല്ലെങ്കിൽ ടാക്ട്ഫുള്ളാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ്, പുറത്തു നിന്ന് നമുക്ക് ഒരാൾക്ക് വീക്ഷിച്ചാൽ മറ്റേയാളെക്കുറിച്ച് പ്രകടമായ ബിഹേവിയറിനെ പറയുന്നതാണ് സർഫേസ് ട്രെയ്റ്റ്. ഇനി സോഴ്സ് ട്രെയ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്
ലെസ് വിസിബിൾ ടു അതർ പീപ്പിൾ ആൻഡ് അപ്പിയർ ടു അണ്ടർലൈൻ സെവറൽ ഡിഫറെൻറ്റ് ആസ്പെക്റ്റ് ഓഫ് ബിഹേവിയർ. സോ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. സോ ഇവിടെ സോഴ്സ് ട്രേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പുറമേ പ്രകടമല്ല, കുറച്ചുകൂടെ എന്താണ് നമ്മുടെ ബിഹേവിയറിൽ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. അണ്ടർലൈങ് സോഴ്സസ് ദാറ്റ് ഡിറ്റർമിൻ ബിഹേവിയർ, നമ്മുടെ ബിഹേവിയറിന് എന്താണ് ബിഹേവിയറിനെ നയിക്കുന്ന അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുന്ന ആ സോഴ്സിനെ, അതിൽ അടങ്ങിയിരിക്കുന്ന സോഴ്സിനെയാണ് നമ്മൾ സോഴ്സ് ട്രേറ്റ് എന്ന് പറയുന്നത്. സോ ചില ബിഹേവിയർ ഉണ്ടല്ലേ, നമുക്ക് എല്ലാവരും നമ്മുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയും. സോ അപ്പോൾ എല്ലാവരെയും എന്ത് ചെയ്യുന്നുണ്ട്, ലീഡർഷിപ്പ് ക്വാളിറ്റി വ്യക്തിയുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി അത് നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ അവരിൽ മനസ്സിലാവും അല്ലേ, അദ്ദേഹം എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ചെയ്ത് അസൈൻ ചെയ്യുന്നത്, അത് പുറമേ നിന്ന് പ്രകടമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു സോഴ്സ് ട്രേറ്റ് ഉണ്ട്. ഇങ്ങനെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വരണമെങ്കിൽ അവിടെ ഒരു സോഴ്സ് ആയിട്ട് അത് ബിഹേവിയറിനെ നയിക്കുന്ന അന്തർലീനമായിട്ടുള്ളൊരു ട്രേറ്റ് ഉണ്ട്. സോ അതിന് സോ ഡോമിനൻസ്, അദ്ദേഹത്തിന് ഡോമിനൻസ് എന്ന് പറയുന്ന സോഴ്സ് ട്രേറ്റ് കൂടുതലുള്ളത് കൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അദ്ദേഹം പ്രകടമാക്കുന്നത്, മാനിഫെസ്റ്റ് ചെയ്യുന്നത്. സോ അതാണ് സോഴ്സ് ട്രേറ്റ് എന്ന് പറയുന്നത്. ലെസ് വിസിബിൾ ആയിരിക്കും, പുറമേ നിന്ന് നോക്കിയാൽ എപ്പോഴും നമുക്ക് കണ്ടെത്തണമെന്നില്ല. നമ്മുടെ പല ബിഹേവിയറിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ട്രേറ്റ് ആയിരിക്കും, ഈ സോഴ്സ് ട്രേറ്റിൽ നിന്നായിരിക്കാം. സോ ഇത്രയുമാണ് കാറ്റൽസ് ട്രേറ്റ് തിയറിയിൽ പറയുന്നത്.